common through your intercession. Admire the progress in their studies. I hereby choose you as guardian and patron of my studies. I humbly ask you to obtain for me the grace of the Holy Spirit, so that from now on I could understand more quickly, reading more readily, and express myself more fluently. May the example of my life serve to honor you and your Son Jesus. Amen. Act of faith. Oh my God, I firmly believe that thou art one God in three divine persons, the Father, the Son, and the Holy Ghost. I believe that thy divine Son became man and died for our sins, and that he will come to judge the living and the dead. I believe these and all the truth which the Holy Catholic Church teaches, because thou hast believed them, who can neither deceive nor be deceived. Lord, help me, being a member of stars, to spread your fragrance everywhere I go. Let me preach you without preaching, not by but by example, by the catching force, the sympathetic influence my heart. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? ആർക്കും കൊറോണയൊന്നും ബാധിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൻ്റെ പുതിയൊരു ദിവസത്തിലേക്കും പുതിയൊരു വിഷയത്തിലേക്കും നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് കുറച്ച് പേർക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് പേർക്ക് രാവിലെ പള്ളിയിൽ പോകേണ്ടി വരുന്ന ചിലരുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേര് ആബ്സെൻ്റ് ഉണ്ട്. പക്ഷേ ബാക്കി എല്ലാവരും ഉണ്ട്. നമുക്ക് ഞാൻ പിന്നീട് ക്ലാസ്സിൻ്റെ അവസാനം ഒക്കെ നിങ്ങൾക്ക് ഈ സമയം ഇൻകൺവീനിയൻ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വൈബിൾ ആയിട്ടുള്ള സമയത്തിലേക്ക് മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു 11 to 12 പിന്നെ ഒരു 3 to 5 വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ആളുകൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഫിക്സ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കണ്ടിന്യൂസ് ഒരു സമയം പോകുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്നിട്ട് നമുക്കറിയാലോ ഒരു മജോറിറ്റിയുടെ അഭിപ്രായം വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ മാറ്റം വരുത്താം, ആവശ്യമെങ്കിൽ പിന്നീട് മാറ്റം വരുത്താമെന്ന് മാത്രം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയേണ്ടതുള്ളത്, നമ്മുടെ കഴിഞ്ഞ ക്ലാസ് എടുത്ത മനോജ് സാറിനോട് നിങ്ങളോട് പറയാൻ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അതാണ്, നിങ്ങളെല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കാനൊന്ന് പറയണം എന്ന് സാറ് പറഞ്ഞു. അപ്പം അത് സാധാരണ ഞാനാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സാറിനോടൊന്ന് എന്നെ പിന്നീട് വിളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആരെയും കണ്ടില്ല. അപ്പോൾ അത് അവർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടോ? ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആളുടെ അവകാശമാണ് നിങ്ങളെ കാണാൻ കഴിയുക, നിങ്ങളോട് മുഖത്ത് നോക്കി സംസാരിക്കുക എന്ന് പറയുന്നത്. എന്നോട് ഒരാളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു പവറിന്റെ പ്രോബ്ലം ഉണ്ട്, വൈകുന്നേരം വരെ പവർ ഉണ്ടാവില്ല, അതുകൊണ്ട് എക്സെപ്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെച്ച് തന്നെ വേണം ക്ലാസ്സിൽ ഇരിക്കാനായിട്ട്. സോ യു ആർ റിക്വസ്റ്റഡ് ടു സ്വിച്ച് ഓൺ യുവർ വീഡിയോ ത്രൂ ഔട്ട് ദ ക്ലാസ്. ദർ വിൽ ബി നോ എക്സെപ്ഷൻസ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് എടുക്കുന്നവർ നമ്മളോട് പറയുകയും കൂടെ ചെയ്യുമ്പം നമുക്കത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ റെപ്യൂട്ടേഷനെയും നമ്മുടെ ഡിഗ്നിറ്റിയും തന്നെ അത് ബാധിക്കും. അപ്പം അതുകൊണ്ട് ഐ സീരിയസ്ലി റിക്വസ്റ്റ് യു ടു സ്വിച്ച് ഓൺ യുവർ വീഡിയോസ് ത്രൂ ഔട്ട് ദ ക്ലാസ്. So that they can ask you questions, you can also answer them. So it will be a time of interactions rather than a monotonous talk like a radio. We are not attending a radio speech. Other than that, we are participating in a class. So you are doing it. Most of you are quite ready to follow it, but very few I find the video switched off and maybe listening. നമുക്ക് വരാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെച്ച് തന്നെ ഇരിക്കണം ഒരു സമയം. നിങ്ങൾ അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്ത് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ഡാറ്റ കൂടുതൽ പോകത്തില്ല. അതിനകത്ത് ആ കൂടി എക്സെപ്ഷൻ ഉള്ളത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകൾക്കും മാത്രമാണ്. ബാക്കി എല്ലാവരും അതിനകത്ത് വീഡിയോ ഓൺ ചെയ്ത് വെച്ച് തന്നെ വേണം ക്ലാസ് കൂടാനായിട്ട്. ഡാറ്റ കൂടുതൽ പോകും നിങ്ങൾ വിചാരിക്കണം. അത് വീഡിയോ ഓൺ ചെയ്താലും ഇല്ലെങ്കിലും സൂമിനെ സംബന്ധിച്ച് സെയിം ഏതാണ്ട് ഈക്വൽ ഡാറ്റയാണ് പോകുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ഇനി അതുപോലെ അപൂർവം വല്ല സാഹചര്യത്തിലൊക്കെ ട്രാവലിലായിരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ അതെന്നെ നേരത്തെ അറിയിക്കണം, അല്ലെങ്കിൽ റിന്റു മാമിനെ അറിയിക്കണം. എന്നിട്ട് എക്സെപ്ഷൻ അനുവദിച്ചാൽ മാത്രമേ നമ്മളത് ചെയ്യാവുള്ളൂ.
അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാവും. അത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഒരു ബ്ലാക്ക് സ്ക്രീനിൽ നോക്കി ക്ലാസ് എടുക്കാൻ അവർക്ക് എളുപ്പമായിരിക്കില്ല. സ്വാഭാവികമായി അവരുടെ ക്ലാസ് എടുക്കുന്നതിനുള്ള കമ്മിറ്റ്മെന്റും താല്പര്യമൊക്കെ കുറച്ച് കുറയും. ഈ മുഖം കാണിക്കാൻ പോലും ആഗ്രഹമില്ലാത്തവർക്ക് ഇതൊക്കെ മതിയെന്ന് അവർ വിചാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പോലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, മറ്റ് ഏതൊരു ഫാക്കൽറ്റിയിലും നിങ്ങൾ ക്ലാസ് എടുക്കുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ പോലും അവർ പറയും, മറ്റേതൊരു ഫാക്കൽറ്റിയിൽ ഉള്ളതിനേക്കാൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്കിയാൽ സ്ഥലത്തെ. അപ്പൊ അവര് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രധാനമായും നമ്മളെ പഠിപ്പിക്കാൻ വന്നേക്കുന്നത്. നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അവരൊരു റെന്യൂമറേഷൻ എന്നതിനേക്കാൾ അവര് ആ സ്നേഹം കൊണ്ടാണ്, നമ്മുടെ ടീമിനോടുള്ള ഒരു ബന്ധം കൊണ്ടാണ്, സ്റ്റാർസ് ഫാമിലിയോടുള്ള ഒരു ബന്ധം കൊണ്ടാണ് അവര് ക്ലാസ് എടുക്കാൻ വന്നത്. അപ്പൊ നമുക്ക് അവരോട് കാണിക്കേണ്ട താങ്ക്സ്, അത് നമ്മളവിടെ മിനിമം ഉണ്ടായിരിക്കുക എന്നുള്ളതെങ്കിലുമാണ്. ശരിയല്ലേ? അല്ലേ? വാട്ട് യു തിങ്ക്? ആണോ? അപ്പൊ അത് നമുക്ക് കൊടുക്കാൻ പറ്റണം. കുറഞ്ഞ പക്ഷം അത് നമ്മൾ കൊടുക്കാൻ പറ്റണം. ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള ഗുരുത്വം എന്ന് പറയുന്ന കാര്യത്തിന്റെ ടീച്ചർനെസ് ആണ്. ഗുരു ആയിരിക്കുന്ന അവസ്ഥ അതിന്റെ ഭാഗമാണ്. അത് നമ്മൾ കൊടുക്കണം. നമ്മളെ ആരാണ് പഠിപ്പിക്കുന്നയാൾ ഹീസ് എ ടീച്ചർ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഒരു വലിയ സ്ഥാനമാണ് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇടപെടലുകളിലും ഒക്കെ കൊടുക്കുന്നത്. പലരും നമ്മളോട് സൗഹൃദമായി പെരുമാറും, പക്ഷെ അതിൻ്റെയൊക്കെ മുകളിൽ നമ്മളൊരു വളരെ റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് അത് കീപ്പ് ചെയ്യാനും, വളരെ ആദരവോടെ സംസാരിക്കാനും, ആദരവോടെ അവരുടെ അടുത്തായിരിക്കാനും, നമ്മൾ ഭാവിയിൽ ഒരു നല്ല സ്ഥലത്തൊക്കെ എത്തിച്ചേരുമ്പം ഇവർ വഴിയാണ് എനിക്കിത് കിട്ടിയതെന്ന് ഓർക്കാനും, ദൈവത്തിന് അവരെ പ്രതി നന്ദി പറയാനും, നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ അവരെയൊക്കെ ഓർക്കാനും ഒക്കെയുള്ള കടമ നമുക്കുണ്ട്. നമ്മളൊരു നല്ല ഗ്രൂപ്പാണ്, വലിയ സന്തോഷമുള്ള ഗ്രൂപ്പാണ്. നമ്മൾ ഏതാണ്ട് 50 പേരോളം ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിനകത്ത് എന്ന് നമുക്കറിയാം. വളരെ അപൂർവമായിട്ട് 1-2 പേര് അസുഖമായിട്ട് വന്നവരും ഈ സമയത്ത് പള്ളിയിൽ പോകേണ്ടി വരുന്നവരും അങ്ങനെയൊക്കെ കുറച്ച് പേരുണ്ട്. അവർ പിന്നീട് ഞാനത് ക്രമീകരിച്ചോളാം. ഇന്ന് നമ്മുടെ ക്ലാസ് നമ്മൾ ഇന്നൊരു മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് ജിയോഗ്രഫിയാണ് വിഷയം. ടോജി സാറാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ടോജി സാറിന് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് നല്ല പരിചയമുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. ടോജി സാറ് പല ഫാക്കൽറ്റികളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സാറിന് എന്താ പറയാ, വിവിധ ഫാക്കൽറ്റികളിൽ പഠിപ്പിച്ചുള്ള പരിചയം. ഇവർ മിക്കവർക്കും നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാവർക്കും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അവർക്ക് പല സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി അവർ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യും, ഏത് ഫാക്കൽറ്റിയിൽ എവിടുത്തെ ആൾക്കാരാണ്, എവിടുത്തെ സ്റ്റുഡൻസ് ആണ് കൂടുതൽ നല്ലത് എന്നൊക്കെ. അപ്പം എനിക്കറിഞ്ഞുകൂടാ, പലപ്പോഴും സ്റ്റാർസിൽ വരുന്നവർ നമ്മളോടൊരു വലിയ സ്നേഹവും ബന്ധവും ഒക്കെ പുലർത്താറുണ്ട്. നിങ്ങളുടെ റെസ്പോൺസും നിങ്ങളുടെ സ്നേഹവും ഡൈനാമിക്സും ഒക്കെ അവരൊത്തിരി ആകർഷിക്കുകയും അവരതിനെക്കുറിച്ച് പലപ്പോഴും പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പല ആൾക്കാർ, ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പലരും അവരുടെ വലിയ തിരക്കിനിടയ്ക്ക് നമ്മളെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള റെസ്പോൺസ്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള റെസ്പോൺസ് കണ്ടതിന്റെ ഫലത്തിലും കൂടിയാണ്. അവര് എന്ത് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ടോജി സാറിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മനോജ് സാറൊക്കെ ആണെങ്കിൽ തന്നെ അദ്ദേഹം ഇപ്പൊ എന്താ പറയാ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് പ്രവേശിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ആ തിരക്കിനിടയ്ക്ക് അദ്ദേഹം ഞാൻ പഠിപ്പിച്ചോളാം, ഒന്നും പേടിക്കണ്ട എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് നമ്മളുള്ള ബന്ധമാണ്. സാറ് തന്നെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർസിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ഐ നീഡ് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ. അത്രമാത്രം എനിക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് സാർ നമ്മുടെ അടുത്ത് പഠിപ്പിക്കാൻ പോലും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ശരിക്കുമുള്ള ശക്തിയും നമ്മുടെ വാല്യൂ. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ തന്നെ നമ്മൾ നിലനിർത്തണം എന്ന് ഞാനത് ആമുഖമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഐ ഇൻട്രൊഡ്യൂസ് ടോജി സാർ. സാർ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. വളരെ ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞ ഒരു യങ്സ്റ്ററെ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും വളരെ മച്ചുവേർഡ് ആയിട്ടുള്ള, വളരെ നന്നായി ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം പല മേഖലകളിലെ ഒരു എക്സ്പേർട്ടാണ്. വളരെ റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ടോജിയുടെ പുസ്തകമാണിത്. നിങ്ങൾക്ക് ഇത് മേടിക്കാട്ടോ. ഐ റെക്കമെൻഡ് യു ടു പർച്ചേസ് ഇറ്റ്. മേടിക്കണം, വായിക്കുകയും ചെയ്യുന്നത്. ഒരു മോട്ടിവേഷണൽ ലെവലിലുള്ള റീഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് നിങ്ങൾക്ക് പുസ്തകം അയച്ചു തരികയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തു തന്നോളൂ. ഞാൻ നമ്മുടെ സ്റ്റുഡൻസിനോട്, കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻസിനോട് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒന്നാമത് വന്ന പേര് ടോജി സാറിനെയാണ് കഴിഞ്ഞ വർഷത്തിൽ. അപ്പൊ അതുകൊണ്ട് ടോജി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമാണ്. വളരെ നല്ലൊരു വ്യക്തിയാണ്. ഒത്തിരി കഴിവുള്ള ഒരു മനുഷ്യനാണ്. പുസ്തകം എഴുതുന്നു, അതുപോലെ തന്നെ പലതരത്തിലുള്ള സിനിമ പോലത്തെ പരിപാടികൾക്കകത്തൊക്കെ തലയിടുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു പ്രാഭവമുള്ള വളരെ നല്ലൊരു ടീച്ചറും നല്ലൊരു മെന്ററും ഒക്കെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിഷയവും നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവ് ആണ്, രസകരമായി വളരെ നന്നായിട്ടും പഠിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ചില ക്ലാസ്സുകളിലൊക്കെ ഇരുന്നിട്ടുണ്ട്, പക്ഷെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് എനിക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടെയാണ് ടോജി സാറിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
ടോയ് സാറിന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളെ മിക്കവരെ അറിയാം. കുറച്ച് പേരൊക്കെ മാത്രമാണ് നമ്മുടെ കുറച്ച് പേര് നമുക്ക് ഈ വർഷം പുതുതായിട്ടുണ്ട്, പതുക്കെ വഴിയെ പരിചയപ്പെട്ടുള്ളവര്. വളരെ സ്നേഹത്തോടു കൂടെ ക്ലാസ് എടുക്കാനായിട്ട് ടോജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. Thank you so much, Arunacha. Thank you so much for that lovely introduction. പാലക്കാട് ഈ അച്ഛൻ പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ വരാൻ ഒത്തിരി ഇഷ്ടമാണ്. കോട്ടയത്ത് നിന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടെങ്കിലും എന്ത് തിരക്കാണെങ്കിലും ഞാൻ അവിടെ വരുമായിരുന്നു. അവിടുത്തെ ഒരു ആംബിയൻസും അച്ഛന്റെ പ്രസൻസും ഒക്കെ കൂടെയാണ്. അവിടുത്തെ സ്റ്റുഡൻസിന്റെ, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് എനിക്ക് എൻ്റെ സ്വന്തം പിള്ളേരെ പോലെ അത്ര സ്നേഹമുള്ള ഒരു പറ്റം സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു. കുറെ പേരുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പല മുഖങ്ങളെ ഇപ്പൊ കാണുന്നില്ല, കുറെ പേരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ അവിടുത്തെ ഞാൻ ഗോസ്റ്റ് എന്നൊക്കെ വിളിച്ചിരുന്ന ആളൊക്കെ ഉണ്ട്. ഒരു ഗസ്റ്റുകളെ സ്വീകരിക്കുന്ന ഒരു നമ്മുടെ കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സന്ദീപ്, ഏഞ്ചൽ, അങ്ങനെ കുറച്ച് നല്ല കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവരെയൊക്കെ ഓർമ്മയുണ്ട്. ഇനി താങ്ക് യു സോ മച്ച് അരുണച്ച. അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. അപ്പോ അച്ഛൻ എന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഈ മലയാളം ഒട്ടും മനസ്സിലാവാത്ത ആളുകളും ഇതിനകത്തുണ്ട്. അപ്പോ കഴിയുന്നിടത്തോളം ഇംഗ്ലീഷിൽ പോയാലും നല്ലതാണ്. എന്നാൽ ചില കാര്യം പറയുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞു. ശരി. ഓക്കെ, താങ്ക് യു. Okay, so my name is Toji Anthony and I am your geography teacher. അപ്പോ എത്ര പേരുണ്ട് അച്ഛാ? മലയാളം അറിയാത്ത ഒത്തിരി പേരുണ്ടോ? അത് തീരെ അറിയത്തില്ല, കേട്ടാലേ മനസ്സിലാകത്തില്ല, അങ്ങനെയാണോ? ഒരാൾക്കൊന്നും മനസ്സിലാവില്ല. He's from Gujarat. That's Rohit Kumar. Rohit, can you please switch on your video? Rohit? Yes, sir. I do. Yes. Please switch on your video. Okay. Yeah. Rohit. Oh, hello, Rohit. Yes. We are considering you also, but most part of our class would be English itself. But still, we will have to speak little Malayalam also. Okay. Yeah. Some explanations will be in Malayalam. The rest would be in English itself. If you need some further clarifications which is said in Malayalam, you can just ask them. Okay. You are welcome. Okay, so thank you. So good morning all. My name is Toji Anthony. I'm your geography teacher. And since this is your first class, I'm not going to take much topics and make you bored. Okay. Today, what I'm going to do is, we have nearly 2 hours with us, and we'll be going to analyze what exactly is this exam. Civil service exam, as you know, mother of all exams. It is called the mother of all exams. It's one of the toughest. I'm not trying to make fear in your mind. Okay, so before that, I want you to know something, that my class should be an interactive one. You should also speak. You people should turn on your mic whenever it is asked, and you should speak to me, not to me. This is never think of this as a class, okay? Just think this as a meeting, a group discussion with some knowledgeable persons, okay? A group of people are talking. Just think like that, okay? നമ്മൾ എല്ലാവരും കൂടെ സംസാരിക്കുന്നു, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങളും സംസാരിക്കണം. ഒരു ക്ലാസിൻ്റെതായിട്ടുള്ള ആ ഒരു ഇതൊന്നും വേണ്ട. യു ഷുഡ് ബി ഫീൽ ഫ്രീ ടു സ്പീക്ക് ടു മീ. മുടിയൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. അപ്പോ നമുക്ക് എന്താണ് ഈ എക്സാം? What do you think? Which is the toughest phase of this exam? As you know, there are 3 stages for this exam. First one is what? First exam? Preliminary exam. Yes. There will be 2 exams for that. Prelims ന് 2 exam ഉണ്ട്. First one is paper 1 and paper 2 is there. Paper 1 general കാര്യങ്ങളൊക്കെ ആയിരിക്കും. General topics are there in paper 1. And what about paper 2? What is that? What does that contain? പറയൂ. മൈക്ക് ഓണാക്കി പറ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. It doesn't matter if you're wrong. മൈക്ക് ഓണാക്കി പറയൂ. അക്ഷയ് KS, come on. Comprehension അങ്ങനത്തെ പോലത്തെ ടോപ്പിക്സ്. Yes, comprehension ഉണ്ട്. Then maths ഉണ്ടാവും അല്ലേ? Maths is there. പിന്നെ mental ability, സ്കിൽ ടെസ്റ്റ് ചെയ്യാൻ. Yes. Yeah. നമ്മുടെ മറ്റ് സ്കില്ലുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് പേപ്പർ 2. ആൻഡ് സെക്കൻഡ്, ഇഫ് നിങ്ങൾ അത് പാസ്സായാൽ യു വിൽ ബി സെലക്ടഡ് ഫോർ റൈറ്റിംഗ് മെയിൻ എക്സാം.
And what do you think about, what's your opinion about main exam? What do you know about main exams? Come on. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ പറയൂ. അലീറ്റ. യെസ്, അലീറ്റ. അയ്യോ, എനിക്കറിയാം അലീറ്റനൊക്കെ. പറയൂ അലീറ്റ. ഓപ്ഷൻസ് ഉണ്ടാവില്ല, മീൻസ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ പ്രിലിമിനറി എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ഒരു 4 അല്ലെ, 4 ഓപ്ഷൻസ് വിൽ ബി ദർ ആൻഡ് in front of our eyes the right answer is there in front of our eyes അല്ലെ, നമ്മുടെ കണ്ണിന്റെ മുമ്പിലുണ്ട് ശരി ഉത്തരം. But main exam is descriptive, nearly 9 exams ഒക്കെ ഉണ്ട്. We have optional papers for that. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഓപ്ഷണൽ പേപ്പർ സെലക്ട് ചെയ്യാം. Okay, it's descriptive. Then final one is interview or personality test. Okay, my question is, which is the toughest one? ഏതാണ് ഏറ്റവും പ്രയാസമുള്ള എക്സാം ഘട്ടം ഏതാണ്? Which is the toughest of these 3? Yes. ഏതാണ്? മെയിൻസ് ആണോ സർ? മെയിൻസ് ആണോ? എല്ലാരും പറയൂ നിങ്ങളുടെ what do you think, Diya Rose? പേഴ്സണൽ ഇന്റർവ്യൂ ആണെന്നാണ് ദിയയുടെ ഒപ്പീനിയൻ. അക്ഷയ് പറയൂ. അക്ഷയ് KS. അക്ഷയ് ഫോണൊക്കെ വെച്ചിട്ട് പോയോ? ഇല്ല. പറയൂ. മെയിൻസ് എക്സാം ആണ്. മെയിൻസ്. ഓക്കെ, അലീറ്റ. മെയിൻസ്. Then Neetu. സർ പ്രിലിംസ്. പ്രിലിംസ് ആണെന്ന് പറയുന്നു. Then സ്റ്റാർസിലെ കുട്ടികളൊക്കെ ഇരിപ്പുണ്ട്. Then വേറെ ആരാണ്? നമ്മുടെ രോഹിത് കുമാർ. What do you think? Which is the toughest phase of these 3? I think prelims. Prelims. Okay. Yeah. Okay. Nissan Benny, come on. What's your opinion? I think it's interview. I don't get it. Nissan. Interview ആയിരിക്കും എന്ന് പറയുന്നു. Okay. Then വേറെ ആരാണ്? Okay, Angel. പറയൂ Angel. Angel കേൾക്കാൻ മേല. Okay, it's okay. Okay, പലരും പല ഒപ്പീനിയൻ പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ പോയിന്റ് ഓഫ് വ്യൂ ആണ് അല്ലെ. ചിലർ പറയുന്നു പ്രിലിംസ് ആണെന്ന്. ഫോർ സം അതേഴ്സ് ഇറ്റ്സ് മെയിൻസ് ഈസ് ദ ടഫസ്റ്റ് ആൻഡ് ചിലർ പറയുന്നു ഇന്റർവ്യൂ ഇസ് ദ ടഫസ്റ്റ് സ്റ്റെപ്പ്. Let me explain. See, for prelims, as I said, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ in front of our eyes, the right answer is there and our duty is just to pick the right one അല്ലെ. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. In my opinion, prelims is the toughest part of this exam. Okay, preliminary exam is the toughest because I can explain that. അതായത് if you're writing the mains exam, there is a space for us to express our opinions അല്ലെ. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് ആൻസർ ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ. ഡിഗ്രി പഠിച്ചപ്പോഴും അല്ലെങ്കിൽ സ്കൂളിലായിരുന്നപ്പോഴും നമുക്കൊന്നും അറിയത്തില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതി വെക്കാം. there is a space for us to perform something. But for prelims, if we pick an answer, there is no turning back. നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗ്ഗമില്ല. If you are selected, it is selected. നമ്മൾ ഒരു ആൻസർ, if we select an option, then game over. ഒരു റീതിങ്ക് ചെയ്യാനായിട്ട് there is no chance for that. But for mains, we can write our expressions, we can write our opinion, we can write something else. Okay, at least we can make a story about the answer. നിങ്ങൾക്ക് അറിയാവുന്ന, see, anyway you are preparing and നിങ്ങൾക്ക് എന്താണ് കുറെ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും മെയിൻ എക്സാം ഒക്കെ പാസ്സാകുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക്. അപ്പോ യു പീപ്പിൾ വിൽ ബി ഒത്തിരി നോളജ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോ you will get to know certain things and you will be capable for writing something എന്ന് മനസ്സിലാക്കുക. So main is not that it has certain difficulties, but comparing to prelims, it is much better. Then about the interview, see, for speaking about interview, we can say that's the easiest part because
We just have to be ourselves. If we go and act in front of the interview board, then game over. Just be yourself, as the name implies. It's personality assessment, personality test. They are not going to check your knowledge there. They don't want to see. They got understood. It is already understood that you people have knowledge. നിങ്ങൾക്ക് knowledge ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ prelims പാസ്സായി, you have cleared prelims, you have cleared main exam. So the UPSC got it. They got understood that you people നിങ്ങൾക്ക് knowledge ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. So they don't have to test anymore about your knowledge. പിന്നെ അവർക്ക് പിന്നെ ടെസ്റ്റ് ചെയ്യേണ്ട എന്താണ്? നിങ്ങളുടെ ക്യാരക്ടറാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ക്യാരക്ടർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്റർവ്യൂ, ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വേണം. ആൻഡ് ദാറ്റ്സ് ദ ഈസിയസ്റ്റ് പാർട്ട്, ഐ ഗെസ്. കാരണം ഒറ്റ റൂളേ ഉള്ളതിൽ. ദർ ഇസ് ഓൺലി വൺ റൂൾ ഫോർ ക്ലിയറിംഗ് ദിസ് ഇന്റർവ്യൂ. Just be yourself. Be truthful. If you don't know any answer, they will be asking so many questions. And if you don't know the answers, just simply say, I don't know. That's enough. അതെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് അറിയാൻ മേല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഒരു സാറ്, വൺ ഓഫ് മൈ ടീച്ചർ, ഈസ് എൻ IAS ഓഫീസർ നൗ. It's not possible to reveal his name, so ഞാൻ പേര് പറയുന്നില്ല. Okay, I'm not revealing his name. And he went for this interview. He's a doctor, actually. Professionally, he's a doctor. And it was his 4th attempt, and he went for the interview. First question, since it is written that he is from Kerala, he was asked about this sport. The first question was like, where did Vasco da Gama came first in Kerala? എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് അല്ലെ. വാസ്കോ ഡ ഗാമ വന്ന എവിടെയാണ്? പാലക്കാടാണോ? കോട്ടയത്തോ? കോഴിക്കോടാണ് അല്ലെ. കോഴിക്കോട്. ആ പോർട്ടിന്റെ പേരെന്താണ്? എന്താണ് ആ പോർട്ടിന്റെ പേര്? കാപ്പാട് പോർട്ടാണ്. അപ്പൊ ഇറ്റ് വാസ് ആൻ ഈസി ക്വസ്റ്റ്യൻ അല്ലെ. അപ്പോ റൈറ്റ് അവേ he shooted the answer. Then came the next question. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് വന്നു. The next question was, what was the speciality of that port? Which was little bit a tougher question അല്ലെ. കുറച്ചും കൂടെ പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആയി. ബട്ട് he knew it. ഒത്തിരി പാറകൾ, ഗ്രാനൈറ്റിക് റോക്സ് ഒക്കെ നിറഞ്ഞ ഒരു പോർട്ടാണത്. അപ്പോൾ അങ്ങനെ ചില പ്രത്യേകതകളുണ്ട് ആ പോർട്ടിന്. അപ്പോൾ somehow he managed and answered that question. Then came the third question. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. Similar, only all over the world, similar 4 more ports are there. Only 4 more ports are there. അതായത് അതുപോലത്തെ 4 പോർട്ടും കൂടെ ലോകത്ത് മറ്റ് സ്ഥലങ്ങളിലുണ്ട്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചു. പുള്ളിയുടെ റിലേ പോയി ഇത് കേട്ടപ്പോഴത്തേക്ക്. കാരണം അറിയത്തില്ല. അതായത് എന്താ പറയാ, അവിടം വരെയൊക്കെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ ഏത് പോർട്ടാണ്? കാപ്പാട്. ഓക്കെ, നെയിം ശരിയാണ്. സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ആ ഒരു യുണീക്നെസ് ഓഫ് ദാറ്റ് പോർട്ട്, ഓക്കെ, സ്റ്റോൺസ് നിറഞ്ഞ പോർട്ടാണ്, അതും ഓക്കെ. ബട്ട് സിമിലർ ആയിട്ടുള്ള ദി അതർ 4 പോർട്ട്സിന്റെ പേര് ചോദിച്ചപ്പോഴത്തേക്ക് he didn't know the answer. He said, I don't know. പുള്ളിക്ക് ആൻസർ അറിയത്തില്ല. Then came the next question. അടുത്ത വീണ്ടും ക്വസ്റ്റ്യൻസ് വന്നു. 45 minutes ആയിരുന്നു ഇന്റർവ്യൂ. എല്ലാം കൂടെ ചേർത്ത് he only answered 5 questions. ആകെ 5 ക്വസ്റ്റ്യനെ പുള്ളി ആൻസർ ചെയ്തിട്ടുള്ളൂ. പുള്ളി ഓർത്തോ, പോയി, സർവീസ് കിട്ടത്തില്ല, ഇനി രക്ഷയില്ല, ഇനി വീട്ടിൽ വല്ല ക്ലിനിക്ക് ഇട്ടിരിക്കാം, ഡോക്ടറാണല്ലോ, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് എന്നെ പഠിപ്പിച്ച ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്നു. റിസൾട്ട് വരുന്ന സമയത്ത് പുള്ളിക്ക് he was not even interested for looking his results. But result came, PDF വന്നു. He opened the PDF. 40th റാങ്ക് ഉണ്ടായിരുന്നു പുള്ളിക്ക്, 40ാമത്തെ റാങ്ക്. How did that happen? 45 മിനിറ്റ്, 45 minutes ഇന്റർവ്യൂ. ആകെ റൈറ്റ് ആൻസർ 4-5, 4 or 5 റൈറ്റ് ആൻസേഴ്സ്. ബട്ട് റാങ്ക് വന്നപ്പോഴത്തേക്ക് 40th റാങ്ക്. അതെങ്ങനെയാ സംഭവിച്ചേ? They were testing him. They were testing how he is going to execute these answers. അതായത് അവർക്കും അറിയാം ഇതിന്റെ ഒന്നും ആൻസർ ഇയാൾക്ക് അറിയത്തില്ലെന്ന്. They also knew that he didn't know the answer. But they wanted to know how he is going to present that he don't know the answer. അതിലെ പുള്ളി സക്സസ് ആയിരുന്നു. He was truthful.
ചിലരിങ്ങനെ ഇങ്ങനെ അഭിനയിക്കും അവിടെ ചെന്ന്, അയ്യോ ഞാൻ ഇങ്ങനെ മറന്നല്ലോ, എന്തോ അറിഞ്ഞിട്ട് മറന്നു പോയ പോലെ. ആദ്യമായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് കേൾക്കുന്നത് അല്ലെ. അപ്പൊ സം പീപ്പിൾ ട്രൈ ടു ആക്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദം. ഫോർ ഗോഡ് സേക്ക് ഡോണ്ട് ഗോ ആൻഡ് ആക്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദോസ് എലൈറ്റ് പീപ്പിൾ അല്ലെ. ഒരു 5 പേരുണ്ടാവും. ദർ വിൽ ബി 5 ബോർഡ് മെമ്പേഴ്സ്. 5 എലൈറ്റ് ആയിട്ടുള്ള മനുഷ്യരാണ്. ഇന്ത്യയിലെ തന്നെ ദാറ്റ് വിൽ ബി ദ വൺ ഓഫ് ദി ബെസ്റ്റ് പാനലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഇന്റലിജന്റ് പീപ്പിൾ ആയിരിക്കും UPSC ഇന്റർവ്യൂവിലിരിക്കുക. അപ്പൊ അവരുടെ മുമ്പിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാല് എത്ര മനുഷ്യരെ കാണുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പോ they will understand if you are lying. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, the interview is the easiest part in this UPSC. ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഇതേപോലെ വേറൊരാൾ പോയി, സ്റ്റാർട്സിലെ കുട്ടികൾക്കൊക്കെ ഇതറിയാം, ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള കഥയാണ്. അപ്പോ ഒരു ലേഡി ആയിരുന്നു. അദ്ദേഹം പോയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഷീ ആൻസേർഡ് വെരി വെൽ. ആൻഡ് one question came. That question was just explain or discuss about fishing in troubled waters. Okay, fishing in troubled waters. Actually, she didn't know what it means. She started answering like there are sea boundaries, sea borders are there. If we cross this sea boundary, ഓരോ രാജ്യത്തിനും for each country there is a boundary in the sea അല്ലെ. അപ്പോ if the fishermen go beyond that borders, the coast guards of the other country will come. അപ്പുറത്തെ രാജ്യത്തിന്റെ കോസ്റ്റ് ഗാർഡുകൾ വന്ന് they will arrest them and they will take them to their country, and the family members of this fishermen should approach the chief minister, then to the foreign minister, and they will try to bring them back. It's a long procedure. It will take 1 year to get released. ഇതൊക്കെ പറഞ്ഞു. ആക്ച്വലി ഫിഷിംഗ് ഇൻ ട്രബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. നമ്മൾ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു വെറും പ്രയോഗമാണ്. പക്ഷെ പുള്ളിക്കാരി ഇന്റർനാഷണൽ റിലേഷൻ കാട് കയറി അങ്ങ് സംസാരിച്ചു. അപ്പൊ അറിയത്തില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി, ഓക്കെ, ഷീ ഈസ് ആക്ടിങ്. ഷീ ഡസന്റ് നോ ദി ആൻസർ ബട്ട് ഷീ ഈസ് ആക്ടിങ്. അപ്പോൾ ഷീ വാസ് റിജക്റ്റഡ്. അതായത് കുറെ ആൻസേഴ്സ് ഷീ വാസ് റൈറ്റ്, ബട്ട് ലാസ്റ്റ് പോയി ഷീ ലോസ്റ്റ്. പഠിക്ക ചെന്ന് കല ഉടയ്ക്കുക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ആയിപ്പോയി. അപ്പൊ ഇതായിരുന്നു ഒരു ഉദാഹരണം. ഒരു ഉദാഹരണം കൂടെ പറയാം. എൻ്റെ ഒരു സാറിന്റെ വൈഫാണ്, പുള്ളിക്കാരി IPS കാരിയാണ്. ഇന്റർവ്യൂവിന് പോയി. ഷീ വെന്റ് ഫോർ ദിസ് ഇന്റർവ്യൂ ആൻഡ് ട്രിവാൻഡ്രത്ത് വക്കം എന്ന് പറയുന്ന സ്ഥലം, ദിസ് എ പ്ലേസ് അറ്റ് ട്രിവാൻഡ്രം കോൾഡ് വക്കം. അവിടെയാണ് ഈ ലേഡിയുടെ വീട്. ബട്ട് ദ ഇന്റർവ്യൂ ബോർഡിന് misunderstood. They read wrong. അവർ തെറ്റായിട്ട് വായിച്ചു. ഈ വക്കം എന്നുള്ളതിന് വൈക്കം എന്നാണ് വായിച്ചത്. വൈക്കം ഈസ് അനദർ പ്ലേസ് അല്ലെ. വൈക്കം ഈസ് അനദർ പ്ലേസ് ഇൻ കോട്ടയം. ബട്ട് ഷീ വാസ് ഫ്രം വക്കം. ബട്ട് ദ ഇന്റർവ്യൂ ബോർഡ് തോട്ട് ദാറ്റ് ഷീ ഈസ് ഫ്രം വൈക്കം, കോട്ടയം. ആൻഡ് സോ they asked about വൈക്കം സത്യാഗ്രഹം. You might have അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വൈക്കം സത്യാഗ്രഹം ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോ they thought she was from Vaikam and they asked about Vaikam സത്യാഗ്രഹം. വൈക്കം കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോ she answered well. അപ്പോ then the panel, the board members asked her, ആ ഇൻസിഡന്റ് ഇവരുടെ വീടിന് നിയർ ബൈ their house ആണോ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ she said, no sir, I am from Vakam. It's at Trivandrum, the capital city of Kerala. But this incident happened where? At Kottayam, Vaikam at Kottayam. Apo they were surprised. These panel members were surprised, and they asked, avaru chodichu, okay, Vaikam is some other place, and you are from Vakam, and സ്വന്തം സ്ഥലം അല്ലാങ്ങിട്ടു, it's not your own place. Then how did you manage to answer this much things? അതായത് വൈക്കം, ഇവരുടെ വീട് വൈക്കത്തല്ല, വേറൊരു സ്ഥലത്താണ്. പക്ഷെ വൈക്കത്തെക്കുറിച്ച് സ്വന്തം സ്ഥലം അല്ലാങ്ങിട്ട് പോലും വൈക്കത്തെക്കുറിച്ച് എങ്ങനെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആൻസർ ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോ ഹെർ ആൻസർ കെയിം, ദി ഹോൾ കൺട്രി ഈസ് മൈ പ്ലേസ് എന്നായിരുന്നു. ഈ രാജ്യം മുഴുവൻ എൻ്റെ സ്വന്തം സ്ഥലമാണെന്ന് പറഞ്ഞു. അതിൽ ഇന്റർവ്യൂ ബോർഡ് ഫ്ലാറ്റായി. മനസ്സിലായില്ലേ? അവർ ഇംപ്രസ്ഡ് ആയി. അപ്പോ
സി ഒരു ഹാപ്പി മൂഡ് സൃഷ്ടിക്കുക ഇന്റർവ്യൂ ബോർഡിൽ. അപ്പോൾ അവരെ എന്നാ പറയുന്നത്, ഒരു പ്ലീസിങ് ആയിട്ടുള്ള മറുപടി, പോസിറ്റീവ് ആയിട്ടുള്ള മറുപടികൾ. അല്ലെ, ചിലപ്പോൾ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനും മാത്രമുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഒരാളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് സിവിൽ സർവീസ്, വൈ ഡിഡ് യു ചോസ് സിവിൽ സർവീസ്? ആൻഡ് ഹി സെഡ് ഐ വാണ്ട് ടു സെർവ് ദി പീപ്പിൾ, ഐ വാണ്ട് ടു ചേഞ്ച് ദി വേൾഡ്. അങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഐ വാണ്ട് ടു ചേഞ്ച്, ഇപ്പോൾ നിലവിലുള്ള ഓരോ പൊളിറ്റിക്കൽ സിനാരിയോസ് ഒക്കെ മാറ്റണം, അല്ലെ, കുറെ ആൾക്കാരെ സെർവ് ചെയ്യണം. അപ്പോ the board members asked them, then why don't you join in the politics? പൊളിറ്റിക്സിൽ ചേരാമല്ലേ, നാട്ടുകാരെ സേവിക്കാനാണല്ലോ ഇറങ്ങിയത്, അപ്പൊ പിന്നെ പൊളിറ്റിക്സിൽ ചേരാലോ എന്ന് പറഞ്ഞു. അപ്പോ then he said like this, പൊളിറ്റിക്സിൽ ഫുള്ള് കറപ്ഷൻ ആണ്, പൊളിറ്റീഷ്യൻസ് ആർ കറപ്റ്റഡ്, അങ്ങനെയൊക്കെ കുറെ പൊളിറ്റീഷ്യൻസിനെ ഓപ്പോസ് ചെയ്ത് പറയും. ഇന്റർവ്യൂ ബോർഡിന് വാസ് നോട്ട് ഇംപ്രസ്ഡ് ആൻഡ് the board, then next questions came, how can you say that all politicians are corrupted? എങ്ങനെ നിങ്ങൾക്ക് പൊളിറ്റീഷ്യൻസ് എല്ലാവരും കൈക്കൂലിക്കാരാണ്, അങ്ങനെ പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു. ആരും പറഞ്ഞു, അഡ്മിനിസ്ട്രേഷൻ എന്നുണ്ടായോ, ഓക്കെ, അന്ന് മുതൽ കറപ്ഷൻ ഉണ്ട്, ഓക്കെ, കറപ്ഷൻ ഈസ് ഓൾവേസ് ദെയർ എന്ന് പറഞ്ഞു. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ വന്നു. അപ്പോ അവർ ചോദിച്ചതാണ്, സോ യു ആർ കൺക്ലൂഡിങ് ദാറ്റ് പൊളിറ്റീഷ്യൻസ് ഇൻക്ലൂഡിങ് ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, ഓൾ ആർ കറപ്റ്റഡ് ആണെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു. ഹി വാസ് ആൻസർലെസ്. He struggled to speak. He was rejected. So be careful with your tongue when you reach the interview board. So പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ അകത്ത് ഏറ്റവും ടഫസ്റ്റ് ഘട്ടം ഏതാണെന്ന് വെച്ചാൽ, ഇൻ മൈ ഒപ്പീനിയൻ, ഇനി നിങ്ങൾ പറയൂ ഏതായിരിക്കും ഏറ്റവും ടഫ്? പറയൂ, മൈക്ക് ഉണക്കിയിട്ട് പറയൂ. ഫീൽ ഫ്രീ ടു സ്പീക്ക്. പ്രിലിംസ് ആണെന്ന് പറയുന്നു. ഇതൊരു ഫോഴ്സ്ഡ് ആൻസർ ഒക്കെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ ഇത്രയും പറയിക്കുന്ന പോലെ പ്രിലിംസ് ആണ്. ഓക്കെ, പ്രിലിംസ് അല്ല അങ്ങനെയാണോ? അല്ല, പ്രിലിംസ് ആണ്. ഫോഴ്സ്ഡ് ആയിട്ട് ആൻസർ പറഞ്ഞല്ല. അല്ല, ശരി. ഓക്കെ, പ്രിലിംസ് ആണെന്നാണ്. അപ്പൊ ആരാണ് പറയുന്നത്? ശ്യാമിനി ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവരുടെ ഒക്കെ അഭിപ്രായം എന്താണ്? സ്നേഹ പറയൂ, സ്നേഹയുടെ ഒപ്പീനിയൻ എന്താണ്? ഏതാണ്, പ്രിലിംസ് ആണോ, മെയിൻസ് ആണോ, ഇന്റർവ്യൂ ആണോ? പ്രിലിംസ് ആണ് അല്ലേ? ജോവിൻ ജോസഫ്. ജോവിൻ? മെയിൻസ് ആണ് സർ. മെയിൻസ് ആണ്. ഇത്രയൊക്കെ കേട്ടിട്ട് മെയിൻസ് ആണെന്നാണ് തോന്നുന്നത് അല്ലേ? ഇറ്റ് ഡിപ്പെൻസ് അല്ലേ, ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും. ചിലർക്ക് എഴുതാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും, അപ്പൊ അവർക്ക് മെയിൻസ് പ്രയാസമായിട്ട് തോന്നും. ഈ ചില ആളുകള് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ആശാന്മാരുണ്ട്. Some people are very good with this objective type questions. Even if they don't know the answer, they can crack it. Like elimination method വഴിയൊക്കെ they will crack prelims, but they won't be able to write. അല്ലെ, നമ്മള് ഒരു ബെറ്റർ ആൻസർ ഉണ്ടാക്കാനായിട്ട് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് മെയിൻസ് ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ, ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിവേ, ഫൈൻ. അപ്പോ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണുള്ളത്? സബ്ജക്ട്സ് ഏതൊക്കെയാണ് പറയൂ. ആരോടാ ചോദിക്കണ്ടേ? ലിസ, മരിയ പറയൂ, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നമുക്കുള്ളത്? ആയിക്കോളാക്കിക്കോ. പറഞ്ഞോളൂ. ഐ ഡോണ്ട് നോ. ഓക്കെ, ശരി. അറിയാവുന്നവര് പറയൂ, ഏതൊക്കെ നമ്മൾ സിവിൽ സർവീസിന്, when we are preparing for civil service, which all things should we learn? Rohit Kumar. Yes, sir. Which all subjects are there for us to learn for civil service exams? I don't know, sir, properly. You don't know properly? Okay, it doesn't matter. ആരോടാ പിന്നെ ചോദിക്കുന്നേ? ആർക്കെങ്കിലും അറിയാവുന്നവര് പറയൂ. ഹിസ്റ്ററി. യെസ്. ആരാണ്? പേര് പറയൂ. ആരാ പറയുന്നേ? ആരാന്ന് മനസ്സിലായില്ല, എന്നാലും പറഞ്ഞോളൂ. ഹിസ്റ്ററി. ദെൻ ജോഗ്രഫി, മൈ സബ്ജക്ട്. യെസ്, അത് ഉറക്കെ പറയണം കേട്ടോ, ജോഗ്രഫി ഒക്കെ. പിന്നെ ഏതാണ്? പൊളിറ്റി. പിന്നെ എക്കണോമിക്സ്. യെസ്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി. പിന്നെ
International relations. International relation is there. Yeah. പിന്നെ Constitution. 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 Then പിന്നെ പറയൂ. അത്രേ ഉള്ളൂ. ഇതാരാ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. കറണ്ട് പോയോ? Current affairs. ഓഹോ, ഞാൻ കേട്ട കറണ്ട് പോയെന്നാ കേട്ടോ. Current affairs. ഓക്കെ, ശരി 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 ശരി. ഓക്കെ, സോ ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ട് അല്ലെ. അപ്പൊ സബ്ജക്ട്സ് ഏതൊക്കെയാണ് നമുക്കൊന്നും കൂടെ ഞാൻ പറയാം. ഹിസ്റ്ററി ഇസ് ദർ. ഓക്കെ, ഹിസ്റ്ററി തന്നെ ദർ ഇസ് 2 types ഓഫ് ഹിസ്റ്ററി. ഏതൊക്കെയാണ്? ഏൻഷ്യന്റ്, പിന്നെ Modern. Medieval, modern. medieval, modern. യാ. പിന്നെ പലരും പൊളിറ്റി എന്ന് പറഞ്ഞു, അതിന്റെ കൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വേറെ പറയുന്നു. സി ആക്ച്വലി പൊളിറ്റി പല സ്റ്റുഡൻസും, majority of the students got confused when they hear polity. They misread it as politics അല്ലേ. Politics have nothing to do with polity. പൊളിറ്റിയും പൊളിറ്റിക്സും രണ്ട് സാധനമാണ്. അപ്പൊ പല കുട്ടികളും ഇങ്ങനെ പുതിയതായിട്ട് ന്യൂ ആസ്പിറൻസ് they got confused when they hear polity and politics. അവർക്ക് പൊളിറ്റിയും പൊളിറ്റിക്സും തമ്മിൽ മാറിപ്പോകും. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. ഓക്കെ, പൊളിറ്റിക്സ് ഇസ് എന്നാ പറയുന്നത്, രാഷ്ട്രീയമാണ്. പൊളിറ്റി എന്താണ്? പൊളിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനയെക്കുറിച്ചും നമ്മുടെ നിയമവ്യവസ്ഥിതിനെ കുറിച്ചും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള പഠനം. ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിനെക്കുറിച്ചുള്ള പഠനമാണ് പൊളിറ്റി. പലർക്കും അത് മാറിപ്പോകും. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ സെപ്പറേറ്റ് പറയണ്ട, പൊളിറ്റി എന്ന് പറഞ്ഞാൽ മതി. പൊളിറ്റിക്കകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത് അല്ലെ. അതുപോലെ നമ്മുടെ പ്രസിഡന്റിനെ കുറിച്ച്, പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച്. പ്രസിഡന്റ് എന്ന് പറയാൻ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അച്ഛൻ ആ ഒരു ബുക്ക് എടുത്ത് കാണിച്ചില്ലേ, പ്രസിഡന്റ് സ്ട്രീം എന്നാണ് അതിന്റെ പേര്. അപ്പോ പ്രസിഡന്റിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചൊക്കെ അതൊക്കെയാണ് നമ്മൾ പൊളിറ്റിക്കകത്ത് പഠിക്കുക. പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, നമ്മുടെ ഇലക്ഷൻസിനെ കുറിച്ച്, നമ്മുടെ പാർലമെന്റിനെ കുറിച്ച് അല്ലെ, നമ്മുടെ സ്റ്റേറ്റ്സിനെ കുറിച്ച്, ട്രിബ്യൂണൽസിനെ കുറിച്ച്, അങ്ങനത്തെ ഒരു പഠനമാണ് പൊളിറ്റി. അത് പൊളിറ്റിക്സ് അല്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ സ്വന്തം സബ്ജക്റ്റായ ജോഗ്രഫി. ജോഗ്രഫിക്കകത്ത് ജോഗ്രഫിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വിൽ ലേൺ അബൌട്ട് ജോഗ്രഫി ടുഡേ. ഇന്ന് നമ്മൾ ആ സിലബസ് ഒക്കെ പഠിച്ചു പോകത്തേ ഉള്ളൂ. നമുക്ക് കുറച്ച് സബ്ജക്റ്റും പഠിക്കണം, കുറെ സിലബസും പഠിച്ച് സബ്ജക്റ്റും പഠിച്ചിട്ട് തുടങ്ങാം. പിന്നെ എക്കണോമിക്സ് ഉണ്ട്. എക്കണോമിക്സിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കും? ഇന്ത്യയുടെ എക്കണോമിനെ കുറിച്ച് പഠിക്കും അല്ലെ, വേൾഡ് എക്കണോമിനെ കുറിച്ച് പഠിക്കും, മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, അതൊക്കെ പഠിക്കും. പിന്നെന്താണ്? ആർട്ട് ആൻഡ് കൾച്ചർ. അപ്പോ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിച്ച് ഈസ് ദ സബ്ജക്ട് വിച്ച് യു ഷുഡ് ലേൺ മോർ, കൂടുതലായിട്ട് പഠിക്കേണ്ടതാണ്. നമ്മൾ ഇഫ് യു ഗോ ത്രൂ ദി സിലബസ്, ഇറ്റ്സ് ലൈക്ക് എന്താണ്, എവറിത്തിങ് അണ്ടർ ദി സൺ അല്ലെ. സിലബസ്, നിങ്ങൾ സിലബസ് കണ്ടിട്ടുള്ളവരുണ്ടാവും, കണ്ടിട്ടില്ലാത്തവർ ഇന്ന് തന്നെ നെറ്റിൽ കയറി നോക്കുക. സ്റ്റാർസിലെ കുട്ടികൾക്ക് അവിടെ നെറ്റ് യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അല്ലെ. സ്റ്റാർസിലെ ആൾക്കാരൊക്കെ എന്ത് ക്ലാസ് റൂമിൽ കുറെ പേര് ഇരിക്കുന്ന കാണാം. എന്റെ സ്റ്റുഡൻസ് ആരെല്ലാം ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഞാൻ പഠിപ്പിച്ച എന്നെ പരിചയമുള്ള ആരും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു ദിവസം പാലക്കാട് വരുമ്പോഴത്തേക്ക് വി വിൽ മീറ്റ് കേട്ടോ. ഐ ലൈക്ക് ദാറ്റ് പ്ലേസ്. ഞാൻ അവിടുത്തെ ബാൽക്കണി പോയിരുന്ന നദി ഒഴുകുന്നൊക്കെ പോയി കാണുമായിരുന്നു, മയിലൊക്കെ വന്നിരിക്കുന്നൊക്കെ കാണുമായിരുന്നു. യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ. അപ്പോ എല്ലാവരും ഇന്ന് തന്നെ ചെയ്യേണ്ട 2-3 ആക്ടിവിറ്റീസ് ഞാൻ ഇന്ന് തരും. അതില് ഫസ്റ്റ് ആക്ടിവിറ്റി ഈസ് go to the internet and syllabus, civil service, UPSC civil service, അതിന്റെ സിലബസ് വായിക്കുക. റീഡ് ദി സിലബസ്, എഴുതിക്കോ, റീഡ് ദ സിലബസ്. അടുത്ത ആക്ടിവിറ്റി എന്നാന്ന് ഞാൻ വഴിയെ പറയാം. ജസ്റ്റ് റീഡ് ഇറ്റ്, അത്രേ ഉള്ളൂ. പ്രിന്റ് എടുക്കാനായിട്ട് മാർഗമുള്ള ഒരു പ്രിന്റ് എടുത്ത് വെച്ചോളൂ. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് എടുത്തെടുത്ത് ഈ സിലബസ്, യു ഷുഡ് ഗോ ത്രൂ ദിസ് സിലബസ്. അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് വഴിയെ പറഞ്ഞു തരാം, ഇപ്പൊ തന്നെ പറയുന്നില്ല. അപ്പോ പല കുട്ടികൾക്കും many students face a common problem that what should we learn? See, the syllabus is very vast, everything under the sun is there. What exactly should we learn? അങ്ങനെ ഒരു ചിന്ത കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? നമ്മുടെ കയ്യിൽ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. വിൽ ബി ഹാവിങ് സം മെറ്റീരിയൽസ് വിത്ത് us അല്ല. ഇന്ത്യൻ പൊളിറ്റിയുടെ ബുക്ക് ഉണ്ടാവും, ജോഗ്രഫിയുടെ ബുക്ക് ഉണ്ടാവും, പിന്നെ ഞങ്ങളെ പോലെ കുറെ പേര് വന്ന് പഠിപ്പിക്കുന്നുണ്ട്. Is that enough? Is that enough? പറയൂ, നിങ്ങൾ പറയൂ. പോരാ, ഞങ്ങളുടെ പഠിപ്പിലൊന്നും പോരെന്നാണ് അപ്പൊ അക്ഷയ് പറയുന്നത്.
അങ്ങനെയല്ല. ചുമ്മാ പറഞ്ഞ അക്ഷയ്. ഓക്കെ, ശരി ശരി. അപ്പോ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സബ്ജക്റ്റുകളിലെ കിങ് ആരാണെന്ന് ചോദിച്ചാൽ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് ഇസ് ദ കിങ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. കറണ്ട് അഫയേഴ്സ് എഴുതി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ദിയ, കറണ്ട് അഫയേഴ്സ് ഇസ് കിങ് എന്നൊന്നും എഴുതണ്ട. അതൊക്കെ ഞാനൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞ, എഴുതണമെങ്കിൽ എഴുതിക്കോ, അതൊക്കെ മഹത് വചനങ്ങളാണല്ലേ. ഓക്കെ, സോ കറണ്ട് അഫയേഴ്സ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇനി എങ്ങനെ പത്രം വായിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോ വാട്ട് എക്സാക്ട്ലി ഷുഡ് വി റീഡ് ഫ്രം ദിസ് ന്യൂസ് പേപ്പർ? നമുക്ക് നാഷണൽ ന്യൂസസ് ഉണ്ട്, ഇന്റർനാഷണൽ ന്യൂസസ് ഉണ്ട്, സ്പോർട്സ് ന്യൂസ് ഉണ്ട്. മെജോറിറ്റി ഓഫ് ദി ബോയ്സ് വിൽ ബി ടേണിംഗ് ദ സ്പോർട്സ് പേജ് ഫസ്റ്റ്. ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ്. അപ്പോ ആദ്യമേ തന്നെ നമ്മുടെ സ്പോർട്സ് പേജ് ആണ് നമ്മൾ നോക്കുന്നത്. ബട്ട് സിവിൽ സർവീസിനെ സംബന്ധിച്ച് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഈ പ്രാവശ്യം നടന്ന എക്സാമിനാണ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. അപ്പോൾ പക്ഷേ ഒരു ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മുടെ സബ്ജക്റ്റുകളൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. പൊളിറ്റി റിലേറ്റഡ്, പൊളിറ്റി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്. അപ്പൊ നമുക്ക് 3 കാര്യങ്ങൾ എടുക്കാം. ഇനി പൊളിറ്റി എങ്ങനെയാണ് പത്രത്തിൽ വരുന്നതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഇമാജിൻ, പ്രസിഡന്റിന്റെ ഇലക്ഷൻ നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുകയാണ്. UPSC അത് നോട്ട് ചെയ്യും. ഓക്കെ, ഈ വർഷം പ്രസിഡന്റിന്റെ ഇലക്ഷൻ നടന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു വാർത്ത എന്താണ്, റീസെന്റ് അല്ല, ഒരു 2 years ബാക്ക് നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടിയോ? കേജ്രിവാൾ. അപ്പോ ആരും ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞല്ലോ ഇല്ലേ? ഞാൻ തന്നെ പറഞ്ഞാണ്. അപ്പോ കേജ്രിവാൾ ആണല്ലേ, അദ്ദേഹം ഒരു IIT പ്രോഡക്റ്റ് ആണെന്നൊക്കെ നിങ്ങൾക്കറിയാം. വളരെ എഫിഷ്യന്റ് മാൻ ആണ്, ബ്രില്യന്റ് മാൻ ആണ്. I don't know about his politics, but as an engineer, he's a good person. അപ്പോ he's a good engineer. അപ്പോ അദ്ദേഹവും ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണർ, ഗവർണറും ഉണ്ട്, ലെഫ്റ്റനന്റ് ഗവർണറും ഉണ്ട്. എന്താണ് ലെഫ്റ്റനന്റ് ഗവർണർ? ഗവർണർ എന്ന് വെച്ചാൽ സാധാരണ സ്റ്റേറ്റുകളിൽ ഒരു ഗവർണർ ഉണ്ടാകും അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഗവർണർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ യൂണിയൻ ടെറിട്ടറി എന്ന് വെച്ചാൽ എന്താണ്? കേന്ദ്ര ഭരണ പ്രദേശം. നമുക്ക് പുതുച്ചേരിയുടെ കാര്യം നമുക്കറിയാം, ഡൽഹി ഈസ് എ യൂണിയൻ ടെറിട്ടറി അല്ലെ? പിന്നെ വേറെ യൂണിയൻ ടെറിട്ടറി ഏതാണ്? പറയൂ. ലക്ഷദ്വീപ് ഉണ്ട്, ആൻഡമാൻ നിക്കോബാർ ഉണ്ട്. അപ്പൊ ഇവിടത്തെയൊക്കെ ഗവർണർമാരെ ലെഫ്റ്റനന്റ് ഗവർണർ എന്നാണ് പറയുക. ലെഫ്റ്റനന്റ് ഗവർണർ. അപ്പൊ അവർക്ക് ചില സ്പെഷ്യൽ പവറുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ പൊളിറ്റി സാർ പഠിപ്പിച്ചു തരും. ഞാനൊരു ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ 2 വർഷം മുമ്പ് ലെഫ്റ്റനന്റ് ഗവർണറും അരവിന്ദ് കെജ്രിവാളും തമ്മിൽ ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഇൻ ദ സെൻസ് ഓഫ് പവർ, ഹൂ ഈസ് ഡോമിനന്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ടസിൽ ഹാപ്പൻ ദർ. അപ്പോ യു ഹാവ് റെഡ് ദാറ്റ് ഇൻ ന്യൂസ്. ഓക്കെ, നിങ്ങൾ അത് പത്രത്തിൽ കണ്ടു, ന്യൂസ് പേപ്പറിൽ വന്നു. അപ്പോ UPSCയുടെ മനസ്സിൽ അത് വന്നു. അപ്പോ ദേ വിൽ ബി നോട്ടിംഗ് ദാറ്റ് ഓക്കെ, ലെഫ്റ്റനന്റ് ഗവർണർ. അപ്പോ ഏതൊക്കെയാണ്? 1 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, 2 ലെഫ്റ്റനന്റ് ഗവർണർ. ഇതൊക്കെയാണ് കീവേഡ്സ്. UPSC നോക്കുമ്പോഴത്തേക്ക് ഓക്കെ, 2 ഇഷ്യൂസ്, ഇത് രണ്ടും പൊളിറ്റിയാണ്. അപ്പൊ when we are reading this newspaper, if we see news like this, we should take notes. Okay, they will not be asking about Arvind Kejriwal or that lieutenant governor. The question will be about the powers of lieutenant governor. See, if പത്രത്തിലെ ലെഫ്റ്റനന്റ് ഗവർണർ എന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ UPSC ലെഫ്റ്റനന്റ് ഗവർണറിനെ കുറിച്ച് എന്തെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്. അല്ലെ, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നാൽ ഇന്ത്യയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ കുറിച്ച് ചോദിക്കണമെന്നില്ല, അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ കുറിച്ചായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. സോ when you read this newspaper, you should apply your subjects into that news. Okay, another example, ഉത്തരാഖണ്ഡില് ഒരു ആവലാൻസ് ഉണ്ടായി, അല്ലെങ്കിൽ മഞ്ഞിടിച്ചിലുണ്ടായി, അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്ന് സങ്കല്പിക്കും. A landslide occurred in Uttarakhand. Just imagine. UPSC, that year you are going to attend UPSC exams. The question will be like, there will be some states, some states will be given,
And the question will be, which are the neighboring states of Uttarakhand? Okay, the question will be about Uttarakhand. The question will not be about the flood or a landslide in Uttarakhand or anything. The questions will be something related with Uttarakhand. Whether some rivers from, അല്ലെങ്കിൽ കുറച്ച് റിവേഴ്സിന്റെ പേര് തരും. Some names of some rivers will be given. And the question will be, which river crosses through Uttarakhand? അല്ലെങ്കിൽ ഏത് റിവേഴ്സ് ആണ് ഉത്തരാഖണ്ഡിൽ കൂടെ പോകുന്നത്, അല്ലെ ഉത്തരാഖണ്ഡിൽ കൂടെ പോകാത്തത്? ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. So how can you learn all these things? നമ്മൾ ടീച്ചേഴ്സിന് we won't be able to teach such things, അല്ലേ? We are here to guide you, അല്ലേ? അപ്പോ എങ്ങനെ, how can you learn all these kind of things? അപ്പൊ അതിന് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, the first thing you have to do is, അതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. Download 3 question papers from 2003 or 4, 2018 to 21. Activity ആണ്, എഴുതൂ, നീതു. All of you should write. Second activity, Rohit Kumar, you should write. Okay, nothing, you should write. Download 2018, 19, 20, 21. 4 question papers download here. And the activity is, take a book and write. I will tell you how to write it. You should, I have one question paper with me. 1 minute. Let me check. You should write the keywords. Okay, you should go to the first question. And the first question, just imagine that you have the question paper with you now, and you're opening it. And the first question you saw was about World Bank. The question is about World Bank. Just imagine like that. And what you should do is, a question ulla keyword eduthu ezhuda. You should write the keyword in that question. Take the first question and you should write the keyword. The question was, if the question is about World Bank, just write number 1, World Bank. Number 2, second question would be about Aravalli mountain ranges. Just imagine like that. Question number 2 is about Aravalli mountain ranges. Question will be something else, but you should write number 2, Aravalli mountain ranges. Maybe question 3 is about what? Pacific Ocean or okay, Pacific Ocean. You should write Pacific Ocean. Question number 4 will be about Andaman Nicobar Islands. You should write Andaman Nicobar Islands. The question will be a larger one. Like, if the question is about elections, you can write elections. If the question about something else, what, like about the climate or about the Arctic or Antarctic, you should write what exactly is the keyword. You should write, you should sort it out. Never write the full question. Okay, full questions നിങ്ങൾ എഴുതരുത്. Just write that one word. അതിൻ്റെ അകത്ത് എന്തിനെ കുറിച്ചാണോ അതിൽ ചോദിച്ചിരിക്കുന്നത്, ആ ചോദ്യത്തെ കുറിച്ച് മാത്രം നിങ്ങൾ അവിടെ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ രോഹിത്, ആർ യു ഏബിൾ ടു ഫോളോ? Rohit Kumar? Yes, sir. Okay, do you understand what I meant? Yes, sir. Yes, sir. Okay, good. ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? ബാക്കിയുള്ളവർക്ക് വേണ്ടി മലയാളത്തിൽ പറയാം. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാലോ? മനസ്സിലായി സർ. ഓക്കെ. നമ്മുടെ സ്റ്റാർസിലെ കുട്ടികൾ നിരന്നിരിപ്പുണ്ട് എല്ലാവരും. അവർക്ക് മനസ്സിലായോ? നിങ്ങളെ മാത്രം ഓക്കെ ഉറങ്ങി വീഴുന്നുണ്ടോന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ പണ്ടായിരുന്നെങ്കിൽ നമ്മുടെ റോണയൊക്കെ നല്ല ഉറക്കത്തിന്റെ ആളായിരുന്നു അല്ലേ റോണ? ഓക്കെ, ഫൈൻ. ചുമ്മാ ഉറങ്ങാം കേട്ടോ. റോണയൊക്കെ നമ്മുടെ ബ്രൈറ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. റോണ ഒത്തിരി ഹോസ്പിറ്റാലിറ്റി അങ്ങനത്തെ ഒരു നല്ല മൈൻഡുള്ള ഒരാളായിരുന്നു. ഷി വാസ് ഗുഡ്. സ്റ്റാർസിലെ എല്ലാ കുട്ടികളും നല്ല കുട്ടികളായിരുന്നു. അതങ്ങനെയാണ് അവരുടെ ട്രെയിനിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക, അതിന്റെ കീവേഡ്സ് എഴുതുക. ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണിത്. ഓക്കെ, അപ്പൊ 100 ക്വസ്റ്റ്യൻസ് ഇപ്പൊ എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യണ്ട. ഇന്ന് 2018 ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യൂ. ഈ പറഞ്ഞ കാര്യം ചെയ്യൂ, ഓരോ വേർഡ് ചെയ്യുക. നാളെ 2019. ഓക്കെ, അങ്ങനെ 4 വർഷത്തെ ക്വസ്റ്റ്യൻസ് 100 എണ്ണം ഉണ്ട്. 100 എണ്ണം എഴുതണം. ഒരു ക്വസ്റ്റ്യൻ ഇപ്പോ കീവേഡ് എഴുതാനായിട്ട് ഇറ്റ് വിൽ ടേക്ക് ലെസ് ദാൻ 10 seconds ടു റൈറ്റ് വേൾഡ് ബാങ്ക് അല്ലേ? അപ്പോൾ ഇറ്റ്സ് ഈസി. ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ഒന്നുമല്ല. ഇറ്റ്സ് ആൻ ഈസി അല്ലെ ഹോംവർക്ക്. അത് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യാം. ആൻഡ് ദ റീസൺ വൈ ഐ എം മേക്കിംഗ് യു ടു ഡു ദിസ് ഈസ്, അപ്പോൾ യു വിൽ ഗെറ്റ് ടു നോ വാട്ട് എക്സാക്ട്ലി UPSC വാണ്ട്സ്. UPSCക്ക് എന്താണ് വേണ്ടതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
ഓക്കെ, വാട്ട് എക്സാക്ട്ലി ആർ ദേ ട്രൈങ് ടു ആസ്ക്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. ഇപ്പൊ നിങ്ങൾ കുറെ ജോഗ്രഫി പഠിച്ചു, കുറെ എക്കണോമിക്സ് പഠിച്ചു, അങ്ങനെയല്ല, പഠിക്കേണ്ടത് മാത്രം പഠിക്കുക, ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. മനസ്സിലായല്ലേ? അല്ലെങ്കിൽ എല്ലാം പഠിച്ചിട്ടേ ഞങ്ങൾ എക്സാം എഴുതൂ എന്ന് തീരുമാനിച്ചാൽ നിങ്ങളൊക്കെ ഏജ് ഓവർ ആയി പോകും. എന്ന് വെച്ചാൽ അങ്ങനെ പ്രായം കഴിഞ്ഞു പോകും. അത്രത്തോളം സമയം എടുക്കും എല്ലാം പഠിക്കാൻ. എല്ലാം അറിയാവുന്നവരൊന്നും ആരും ഇല്ല ഇവിടെ. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. UPSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ്, ഏത് ആംഗിളിലാണ് UPSC ക്വസ്റ്റ്യൻസ് വരിക എന്ന് മനസ്സിലാക്കുക. അത് മാത്രം നിങ്ങൾ പഠിക്കുക. ആ ഒരു രീതി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, എങ്ങനെ എക്സാമിനെ അപ്രോച്ച് ചെയ്യാന്നുള്ളതായിരുന്നു. പോകെ പോകെ നമുക്ക് നല്ല നല്ല ഇതുപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ഡീപ്പ് ആയിട്ടുള്ള യു പീപ്പിൾ ഷുഡ് റീഡ് മോർ, കൂടുതൽ വായിക്കുക, കണ്ടമാനം വായിക്കുക. നല്ല രീതിയിൽ യു ഷുഡ് നമ്മൾ ഫാക്കൽറ്റീസ് തരുന്ന ആക്ടിവിറ്റീസ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുക. യു ഷുഡ് ലേൺ മോർ. നോളജ് ഈസ് പവർ എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നന്നായിട്ട് വായിക്കുക, വായിച്ചാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പിന്നെ എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കണമെന്നില്ല, ഒന്ന് ഫ്രീ ആയിട്ടിരുന്നു കേട്ടോ. സ്റ്റാർട്സിലെ ആൾക്കാർക്ക് അറിയാം എൻ്റെ ക്ലാസ് എങ്ങനെയാണെന്ന്. അപ്പോൾ മരിയ തോമസ് ഒക്കെ എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള ആളല്ലേ? അതെ 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 ആണ്, മനസ്സിലായി. ഓക്കെ, അപ്പോ എന്താണ്, അപ്പോ റോണയ്ക്കൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മുടെ ക്ലാസ്, യു ഷുഡ് ബി ഫ്രീ ഇൻ മൈ ക്ലാസ്, യു ഷുഡ് ബി ലൈവ് ആൻഡ് യു ഷുഡ് ബി ഓൾസോ സ്പീക്കിംഗ്. എന്താണ്, എല്ലാവരും ചിരിച്ച് സന്തോഷിച്ചൊക്കെ ഇരിക്കുക, എനിക്ക് അത് കാണാനാണ് ഇഷ്ടം, അല്ലാതെ ഉറങ്ങിപ്പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് പതുക്കെ ജോഗ്രഫിയിലേക്ക് കിടക്കാം. ജോഗ്രഫിയിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് എനിക്ക് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യേണ്ടി വരും. ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അത് ചെയ്യാം. അപ്പൊ ജോഗ്രഫി നിങ്ങളെല്ലാവരും സ്കൂളിൽ വിട്ടതായിരിക്കും ഈ ജോഗ്രഫി അല്ലെ? ജോഗ്രഫി ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. ഞാനത് എടുക്കുന്നത് വഴി നിങ്ങൾ ബോറായി പോയാലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോ എനിക്കറിയത്തില്ല ഹൗ യു ടേക്ക് ഇറ്റ്. അപ്പം ജോഗ്രഫി ആസ് ഐ സെഡ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ഘട്ടങ്ങൾ, ആ ഒരു സിലബസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. ഒരു മിനിറ്റ്, ഇവിടെ സ്ക്രീൻ. നിങ്ങൾ എന്താണ് കാണുന്നത്? എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ആരെങ്കിലും മൈക്ക് ഓൺ ആക്കി പറയണേ. ഓക്കെ, ഇപ്പോ എന്തായാലും കാണുന്നുണ്ടോ? പോയോ? സ്ക്രീൻ കാണാവോ? ആണോ? ഇപ്പൊ സ്ക്രീനിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ജോഗ്രഫി. ആ, ശരിയാണ്. സ്ക്രീൻ കാണാവോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ പീപ്പിൾ ഷുഡ് ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് പെൻ ആൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്സിലെ കുട്ടികളൊക്കെ കുറെയൊക്കെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവർ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അവർ നോട്ട്സ് ഒക്കെ ഞാൻ ഇടയ്ക്ക് വായിച്ചു നോക്കിയപ്പോൾ തന്നെ നീർക്കുമളയെന്നോ അങ്ങനെ കണ്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോ അതാരായിരുന്നു എന്ന് ഞാൻ മറന്നു. അപ്പോ ജോഗ്രഫിയിലെ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ടോപ്പിക്. ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പിക്സ്. ഓക്കെ, യു ഷുഡ് റൈറ്റ് ദീസ് ടോപ്പിക്സ്. കാണുന്നുണ്ടോ? നിങ്ങൾ കാണാവോ? ആരെങ്കിലും മൈക്ക് ഓൺ ആക്കണേ. ശരി, എനിക്ക് നിങ്ങളെ കാണാൻ മേലാത്തതുകൊണ്ട് എന്താ പറയാ, കണക്ഷൻ പോയോ റേഞ്ച് പോയോ അതൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ്. ഇപ്പൊ ടോപ്പിക്സ്, ഇതൊക്കെയാണ് ടോപ്പിക്സ്. അപ്പോ അവർ 8 ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എർത്ത്. സെക്കൻഡ് വൺ, ഇന്റീരിയർ ഓഫ് എർത്ത്. തേർഡ് വൺ, ലാൻഡ് ഫോംസ്. ഫോർത്ത് വൺ, oceanography. Fifth one, climatology. Sixth is world climate. Seventh, Indian geography. And eighth, map study. Okay, eight topics, 8 major topics are there. പറഞ്ഞപ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് തീർന്നു. But all these 8 things are giants. Okay, അപ്പോൾ origin and evolution of earth, interior of earth, land forms, oceanography, climatology, world climate, Indian geography and map study. എഴുതിയോ എല്ലാവരും? ഓക്കെ, അയ്യോ മറ്റേ പയ്യന്റെ പേര് മറന്നുപോയല്ലോ. മലയാളം അറിയാൻ മേലാത്ത ആളുടെ പേരെന്താണ്? കുമാർ. എന്ത് കുമാറാണ്? രോഹിത് കുമാർ. രോഹിത് കുമാർ.
ഹലോ. Yes, sir. ഓക്കെ, ഹാവ് യു റിട്ടൺ? എഴുതിയോ? Okay, sir. I will. ഓക്കെ ഓക്കെ. ശരി, അപ്പൊ ഇതൊക്കെയാണ് ടോപ്പിക്സ്. അപ്പൊ നിങ്ങൾ 8 പേരും 8 കാര്യങ്ങളും എഴുതി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഓരോ ടോപ്പിക്കും എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എർത്ത്. ആ പേര് കേൾക്കുമ്പോഴത്തേക്ക് എന്താണ് കഥയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എർത്ത് അല്ലെ, ഭൂമിയുടെ ഉൽപ്പത്തി. അപ്പോ എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്? നമുക്ക് പല റിലീജിയസ് ബിലീഫ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. നമ്മൾ അതൊരു സൈഡിൽ നിന്നോട്ട് നമ്മുടെ വിശ്വാസം, ലെറ്റ് ഇറ്റ് ബി ദർ ലൈക്ക് ദാറ്റ്. നമ്മൾ ഉൽപ്പത്തി പഠിക്കുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് അല്ലെ, അങ്ങനെയായിരുന്നു നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുക, ജെനിസിസ് ഒക്കെ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് ഈസ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എർത്ത്. In that topic, we will be learning so many things like we will be learning some early theories and modern theories. Apo origin and evolution of earth. When this word when you hear this, what's the first thing which comes to your mind? ഇത് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്തെങ്കിലും ഒന്ന് പറയാമോ? ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി, വെരി ഗുഡ്. അപ്പോ വിച്ച് ഈസ് എ മോഡേൺ തിയറി, അതൊരു പുതിയ തിയറിയാണ്. Okay, Big Bang theory is a modern theory and very much acceptable theory ആണ്. But there are some other theories also. കുറെ early theories ഉണ്ട്, പഴയ theories ഉണ്ട്. Okay, അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കും. And we will be learning about the birth of moon. മൂൺ എങ്ങനെയാണ് ഉണ്ടായത്, നമ്മുടെ ചന്ദ്രൻ അല്ലെ, മൂൺ എങ്ങനെയാണ് ഉണ്ടായത്, സ്റ്റാർസ് എങ്ങനെയാണ് ഉണ്ടായത്, how these planets are formed. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ we will be learning about the stars, planets, satellites, our moon, galaxies. Okay, all those of things we will be learning. Next is interior of earth. പേര് കേട്ടപ്പോഴേ, as the name implies, we will be learning about the interior of earth. ഭൂമിയുടെ ഉൾവശം അല്ലെ, പല ലേയേഴ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു 2 ലെയറിന്റെ പേര് പറയാമോ? മാന്റിൽ, കോർ, ക്രസ്റ്റ് അല്ലെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഹാവ് യു ഹേർഡ് അബൌട്ട് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി, ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി? കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയാം. മറന്നുപോയി. ഞാൻ പഠിപ്പിച്ചാണ് മറന്നുപോയി. ആരാ, റോണാണോ അത്? അന്ന് ഉറങ്ങുമായിരുന്നു, അതാണ്. ആ സമയത്താണത് പഠിപ്പിച്ചത് അല്ലേ? മറന്നതല്ല, കേട്ടില്ല, ചുമ്മാ ഉറങ്ങാണ് ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ see when we are learning about the interior of earth, ഒരു PSC level, ഒരു PSC ലെവലിലൊക്കെ if you are preparing for the PSC exams, we will be learning mantle, core, crust, അത്രേ ഉള്ളൂ. That will be enough for PSC exam. But for UPSC exam, you should few steps forward. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് സഞ്ചരിക്കണം. അപ്പോഴാണ് നമ്മൾ ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി, ഇപ്പൊ ഇന്റീരിയർ ഓഫ് എർത്ത് ആണ് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി, മോഹോ ഡിസ്കണ്ടിന്യൂറ്റി, അങ്ങനെ ലിയോനാർഡ്, അങ്ങനെ പല ഡിസ്കണ്ടിന്യൂറ്റീസ് വിൽ ബി ലേണിംഗ് ലിറ്റിൽ ബിറ്റ് ഫർദർ ബിയോണ്ട് നോർമൽ പീപ്പിൾ, അല്ലെങ്കിൽ ബിയോണ്ട് ദി കോമൺ മാൻ. നമ്മൾ കുറച്ചും കൂടെ റിസർച്ച് ചെയ്യണം. ഓക്കെ, വി ഷുഡ് ബി ലേണിംഗ് ലിറ്റിൽ ബിറ്റ് മോർ ഫോർ UPSC എക്സാംസ്. അപ്പോൾ ഇന്റീരിയർ ഓഫ് എർത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ആൻഡ് തേർഡ് വൺ ഈസ് ലാൻഡ് ഫോംസ്. ലാൻഡ് ഫോംസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്മോൾ പീസ് ഓഫ് എർത്ത്. ഭൂമിയുടെ landforms comes from the branch of geomorphology. Geomorphology is geographyയുടെ വേറൊരു സെക്ഷൻ ആണ് ജിയോമോർഫോളജി. അപ്പോൾ ലാൻഡ് ഫോംസ് ജിയോമോർഫോളജിയിലെ ഒരു സെക്ഷൻ ആണ്. ഓക്കെ, ആൻഡ് ലാൻഡ് ഫോം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ സ്മോൾ പീസ് ഓഫ് എർത്ത് അല്ലെ, ഭൂമിയുടെ ഒരു ചെറിയ പോർഷൻ ആണ്. അപ്പോ ഈ ഒരു ചെറിയ ഏരിയ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എ മൗണ്ടൻ ഈസ് എ ലാൻഡ് ഫോം. ഓക്കെ, ഒരു ഫ്ലഡ് പ്ലെയിൻ, ഒരു റിവർ സിസ്റ്റത്തിന്റെ അടുത്തുള്ള ഒരു പ്രദേശം, ഇറ്റ്സ് എ ലാൻഡ് ഫോം. മൗണ്ടൻസ്, ഹിൽസ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഡെസേർട്ട് ലാൻഡ് ഫോം ഇസ് ദർ. അപ്പൊ ലാൻഡ് ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ പീസ് ഓഫ് എർത്ത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് പല ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ദെൻ ഓഷ്യനോഗ്രഫി, ആസ് യു നോ, ഓഷ്യനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഇറ്റ്സ് എ സ്റ്റഡി വിൽ ബി ഗോയിങ് ടു ലേൺ അബൌട്ട്
ഓഷ്യൻസ്, അതാണ് ഓഷ്യനോഗ്രഫി. ബട്ട് സി എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം ഓഷ്യനോഗ്രഫിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4-5 വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു അത്രയും വൈഡ് ആയിട്ടുള്ള ഏരിയ, ഹൗ ക്യാൻ വി ലേൺ ഇൻ 2 or 3 classes? ഇറ്റ്സ് വെരി സിമ്പിൾ. അതിനാണ് നിങ്ങളോട് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞത്. അതായത് you should be what aware. UPSC എന്താണ് ചോദിക്കുന്നത്, ഓഷ്യനെ കുറിച്ച് UPSC എന്തൊക്കെ ചോദിക്കും, വാട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ക്യാൻ വി എക്സ്പെക്ട് ഫ്രം UPSC റിഗാർഡിങ് ഓഷ്യൻസ്. അതിനാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആക്ടിവിറ്റി തന്നത്. ഓക്കെ, അപ്പോൾ ഓഷ്യനോഗ്രഫിയുടെ നമുക്ക് ആവശ്യമുള്ള, UPSCക്ക് ആവശ്യമുള്ള ചില ഏരിയാസ് ഉണ്ട്. ഓഷ്യൻ കറന്റ്സ്, വേവ്സ്, ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, you will be learning about tsunamis. അപ്പൊ അങ്ങനത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ കുറിച്ചും ഒക്കെ പഠിക്കും. ഇപ്പൊ നമ്മൾ ഓഷ്യനോഗ്രഫി അത് കഴിഞ്ഞിട്ട് നേരെ താഴെ ക്ലൈമറ്റോളജിയാണ് കിടക്കുന്നത്. ക്ലൈമറ്റോളജി, ഇപ്പോൾ ഓഷ്യനോഗ്രഫി ആൻഡ് ക്ലൈമറ്റോളജി, വി ക്യാൻ സേ ദാറ്റ് ദേ ആർ കസിൻസ് അല്ലേ. അതായത് ഓഷ്യനോഗ്രഫിയുടെ ഒരു അമ്മയുടെ മോനാണ് ക്ലൈമറ്റോളജി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബോത്ത് ആർ വെരി മച്ച് റിലേറ്റഡ്. ഇപ്പോൾ മെജോറിറ്റി ഓഫ് ദി ക്ലൈമാറ്റിക് ഫിനോമിനൻസ് ആർ ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ദി ഓഷ്യൻ അല്ലേ. ഇപ്പോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂനമർദ്ദം അല്ലെ, ലോ പ്രഷർ വന്നു ബേ ഓഫ് ബംഗാളിൽ എന്ന വാർത്ത കാണാറുണ്ട്. ന്യൂനമർദ്ദം കാരണം മഴയാണ്. ഈ ന്യൂനമർദ്ദം ഉണ്ടാകുന്ന എവിടെയാണ്? ബേ ഓഫ് ബംഗാളിലാണ്, കടലിലാണ്. അപ്പൊ കടലിന്റെയും എന്നാ പറയുക, അറ്റ്മോസ്ഫിയറിന്റെയും ഒരു കപ്പിളിംഗ് ഒക്കെയാണ് അവിടെ നടക്കുക. അപ്പോ ഓഷ്യനോഗ്രഫി ആൻഡ് ക്ലൈമറ്റോളജി ആർ വെരി മച്ച് കണക്റ്റഡ്. ആൻഡ് ഓഷ്യനോഗ്രഫി പഠിക്കാതെ നമുക്ക് ക്ലൈമറ്റോളജി പഠിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ദേ ആർ വെരി മച്ച് കണക്റ്റഡ്, അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഈസ് വേൾഡ് ക്ലൈമറ്റ്. ഇപ്പൊ എന്താണ് വേൾഡ് ക്ലൈമറ്റ്? വേൾഡ് ക്ലൈമറ്റ് എന്ന് വെച്ചാൽ there are different types of climates. Mediterranean type of climate is there. Okay, British type of climate is there. China type of climate, monsoon climate, equatorial climate, and so many different types of climates are there. Climates are there. And Sudan type, savanna, steppe type, അല്ലെങ്കിൽ ആർട്ടിക് ക്ലൈമറ്റ്. അപ്പോൾ there are different types. ഇതുപോലെ കുറെ ടൈപ്പുകളുണ്ട്. അപ്പോൾ അതിന് ഓരോന്നും, each of these will be different from others. For example, if we are going to learn about British type of climate, എന്തൊക്കെയായിരിക്കും നമ്മൾ പഠിക്കുക? ബ്രിട്ടീഷ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റിന്റെ പ്രത്യേകത എവിടെയാണ്? എന്താണ്? ബ്രിട്ടീഷ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് 199 ഡേയ്സും റെയിൻ ഉണ്ടാവും. there will be rain for nearly 200 days. റെയിൻഫോൾ ഉണ്ടാകുന്ന ഒരു ക്ലൈമറ്റ് ആണ് ബ്രിട്ടീഷ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്. ആൻഡ് ദാറ്റ് റെയിൻ വിൽ നോട്ട് ബി ലൈക്ക് അവർ റെയിൻ. കേരളത്തിലെ മഴ പോലെ ആയിരിക്കുകയല്ല, ചാറ്റമഴ ആയിരിക്കും അവിടെ. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് എന്നാണ് പറയുക. അപ്പോൾ ഇത് ബ്രിട്ടനിൽ മാത്രമാണോ? ഇറ്റ്സ് നെയിം ഈസ് ബ്രിട്ടീഷ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്. ബട്ട് USA, നോർത്ത് അമേരിക്കയിലെ ചില പ്രദേശങ്ങളിൽ, സം പ്ലേസസ് ഇൻ USA ഓൾസോ എക്സ്പീരിയൻസ് ബ്രിട്ടീഷ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്. സോ ഇഫ് ദ നെയിം ഈസ് ബ്രിട്ടീഷ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്, that doesn't mean it belongs only at Britain. Next one, Mediterranean type of climate. Where is Mediterranean Sea? Mediterranean Sea എവിടെയാണ് ഇരിക്കുന്നത്? പറയൂ. പറ ഏഞ്ചൽ, പറയൂ, മെഡിറ്ററേനിയൻ സീ എവിടെയാണ്? അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയാം കേട്ടോ. നിങ്ങൾ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് അറിയാൻ മേലെങ്കിൽ ധൈര്യമായിട്ട് അറിയാൻ മേല എന്ന് പറഞ്ഞോളൂ. എല്ലാം അറിയാവുന്ന മനുഷ്യരൊന്നും ഭൂമിയിലില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ആൻസർ അറിയാം എന്ന് ഞാൻ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നു, അതേ കോൺഫിഡൻസ് തന്നെ അറിയത്തില്ല എന്ന് പറയൂ. ഇറ്റ് ഡസന്റ് മാറ്റർ. ഓക്കെ, അപ്പൊ if you doesn't know the answer, it doesn't matter. Just feel free and open ആയിട്ട് പറയുക. ഓക്കെ, പറയൂ. അറിയാവുന്നവര് പറ. മെഡിറ്ററേനിയൻ സീ എവിടെയാണ്? Where is Mediterranean Sea? പറ. ഏതാ? നിയർ ടു ഈജിപ്റ്റ് ആണെന്ന് അറിയാം അല്ലെ. ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇറ്റ് ഈസ് അബൌട്ട് മെഡിറ്ററേനിയൻ സീ. ഇറ്റ്സ് ആഫ്രിക്കയുടെ നോർത്തിലും, നോർത്ത് ടു ആഫ്രിക്ക ആൻഡ് സൗത്ത് ടു യൂറോപ്പ്. ഓക്കെ,
ആഫ്രിക്കയുടെ മുകളിലും യൂറോപ്പിന്റെ താഴെയായിട്ട് കിടക്കുന്ന സ്ഥലമാണ് മെഡിറ്ററേനിയൻ സീ. ഓക്കെ, മെഡിറ്ററേനിയൻ സീ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? മെഡിറ്ററേനിയൻ സീയുടെ ടു ദ സൗത്ത് ഓഫ് മെഡിറ്ററേനിയൻ സീ ഇറ്റ്സ് ആഫ്രിക്ക, ടു ദി നോർത്ത് ഓഫ് മെഡിറ്ററേനിയൻ സീ ഇറ്റ്സ് യൂറോപ്പ്. ഇറ്റലിയൊക്കെ ഇങ്ങനെ മെഡിറ്ററേനിയൻ സീയിലോട്ട് ഇറങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെ. സിസിലി ഐലൻഡ് ഒക്കെ മെഡിറ്ററേനിയൻ സീക്കകത്തുള്ള ഒരു ഐലൻഡാണ്. അപ്പൊ മെഡിറ്ററേനിയൻ സീയുടെ നോർത്തിൽ എന്താണ്? യൂറോപ്പാണ്. മെഡിറ്ററേനിയൻ സീയുടെ സൗത്തിൽ എന്താണ്? ആഫ്രിക്കയാണ്. ഇനി ഓർത്തോ, ആഫ്രിക്ക, അതായത് ആഫ്രിക്കയുടെ തൊട്ട് മുകളില്, ആഫ്രിക്കയുടെ നേരെ മേളിൽ കിടക്കുന്ന സാധനം എന്താണ്? മെഡിറ്ററേനിയൻ സീ ആണ്. യൂറോപ്പിന്റെ നേരെ താഴെ കിടക്കുന്ന സാധനം എന്താണ്? മെഡിറ്ററേനിയൻ സീ ആണ്. അപ്പോ മെഡിറ്ററേനിയൻ സീ ഹാസ് സം എന്താ പറയുന്നത് സ്പെഷ്യാലിറ്റീസ് ഓർ മെഡിറ്ററേനിയൻ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്. വി ആർ ടോക്കിംഗ് അബൌട്ട് വേൾഡ് ക്ലൈമറ്റ്. അപ്പോൾ there is a climate known as Mediterranean type of climate. Obviously, we will think that this climate can be found on the countries nearby the Mediterranean Sea. അല്ലെ, മെഡിറ്ററേനിയൻ സീനെ ചുറ്റിക്കിടക്കുന്ന രാജ്യങ്ങളിലെ കൺട്രീസിലെ ക്ലൈമറ്റ് ആയിരിക്കും മെഡിറ്ററേനിയൻ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആയിരിക്കും. ശരിയാണ്. പക്ഷേ അവിടെ മാത്രമല്ല, this Mediterranean type of climate is not confined to what? To these countries, to the countries surrounded by countries which surrounds Mediterranean Sea. The Mediterranean type of climate can also be found in where? South America ഉണ്ട്. സൗത്ത് അമേരിക്കയിലെ ചില പ്രദേശങ്ങളിലെ മെഡിറ്ററേനിയൻ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്. സൗത്ത് ടു ഓസ്ട്രേലിയയുടെ സൗത്ത് ഈസ്റ്റേൺ പോർഷനിലെ മെഡിറ്ററേനിയൻ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്. സോ if the name is Mediterranean type of climate, that doesn't mean it's nearby Mediterranean Sea only. Okay, Mediterranean Sea-നെ ചുറ്റി മാത്രമാണ് ഈ മെഡിറ്ററേനിയൻ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് എന്ന് അങ്ങനെ വിചാരിക്കരുത്. സൗത്ത് അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലെ ചില ഭാഗത്തുണ്ട്. അപ്പൊ എന്താണ് ഈ മെഡിറ്ററേനിയൻ ടൈപ്പ് ഓഫ് ക്ലൈമറ്റിന്റെ പ്രത്യേകത? വാട്ട് ആർ ദ എന്നാ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഡിറ്ററേനിയൻ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്? 4 seasons are compressed into 2. ഓക്കെ, 4 സീസൺ ഉള്ളത് 2 ആയിട്ട് ചുരുങ്ങിയിരിക്കുന്നു. വിന്റർ റെയിൻഫോൾ ഈസ് ദർ. വിന്റർ സമയത്ത് അവിടെ മഴ പെയ്യുന്നു, ഡിസംബറിൽ മഴ പെയ്യുന്നു. വിന്റർ റെയിൻഫോൾ, അതാണ് ഏറ്റവും പ്രത്യേകത അവിടുത്തെ. വിന്റർ റെയിൻഫോൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറെ സിമിലർ തിങ്സ്, വി ലേൺ സോ മെനി സച്ച് തിങ്സ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വേൾഡ് ക്ലൈമറ്റിൽ പഠിക്കുക. ദെൻ വരുന്ന 7ാമത്തെ സാധനം ഇന്ത്യൻ ജോഗ്രഫി. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ഇന്ത്യൻ ജോഗ്രഫി എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ വാട്ട് ഓൾ തിങ്സ് വിൽ ബി ലേണിംഗ് അബൌട്ട് ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റം. ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ റിവേഴ്സ് ആണ് അല്ലെ. ഇന്ത്യയിലെ മൈറ്റി റിവേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ബ്രഹ്മപുത്ര പോലത്തെ, ഗംഗ പോലത്തെ അല്ലെ, വലിയ വലിയ റിവേഴ്സ് ഉണ്ട്. അപ്പൊ വിൽ ബി ലേണിംഗ് അബൌട്ട് ഇന്ത്യൻ റിവേഴ്സ്, വിൽ ബി ലേണിംഗ് അബൌട്ട് ഇന്ത്യൻ മൗണ്ടെയിൻസ്. ഓക്കെ, we'll be learning about Indian plains. നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഒക്കെ ഉണ്ട്. We'll be learning about Indian plateaus. We'll be learning about Indian coastlines. We'll learn about Indian islands. അപ്പോൾ ഇങ്ങനത്തെ ഇന്ത്യൻ ക്ലൈമറ്റ്, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോ ഈ പ്ലെയിൻസും പ്ലേറ്റ്യൂസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ആർ പ്ലെയിൻസ് ആൻഡ് വാട്ട് ആർ പ്ലേറ്റ്യൂസ്? പ്ലെയിൻസ് എന്ന് വെച്ചാൽ വി ആർ ലിവിങ് ഇൻ എ റൂം. യു ആർ ഇൻ എ റൂം അല്ലേ. അപ്പോൾ ദ ഫ്ലോർ, നിങ്ങൾ ഇരിക്കുന്ന ഫ്ലോർ, നിങ്ങളുടെ തറ, അതാണ് പ്ലെയിൻ എങ്കിൽ. ദെൻ നിങ്ങളുടെ ടേബിൾ ആണ് പ്ലേറ്റ്യൂ. നിങ്ങളുടെ വീടിന്റെ റൂഫാണ് മൗണ്ടൻസ്. അങ്ങനെ വിചാരിക്കുക. പ്ലെയിൻ, പ്ലേറ്റ്യൂ ആൻഡ് മൗണ്ടൻസ്. ഓക്കെ, അപ്പോ സിമിലർ തിങ്സ് വിൽ ബി ലേണിംഗ്. Then the last topic is map study. Map study എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? വേൾഡ് മാപ്പ് മുഴുവൻ പഠിക്കണോ? One of my friend, his name is Nitin, and he's a very special boy. എന്നേലൊക്കെ മൂത്താണ്, ഒരു ചേട്ടനാണ്. അപ്പൊ അദ്ദേഹം he's very much talented. അതായത് 15 seconds, വെറും 15 seconds he can draw Indian map. In 15 seconds. Apo, and in 25 seconds, world map. Okay, 15 സെക്കൻഡിൽ ഇത് ഇന്ത്യയുടെ മാപ്പും 25 സെക്കൻഡ്സിൽ വേൾഡ് മാപ്പും വരയ്ക്കും. നിങ്ങൾ എങ്ങനെ വരയ്ക്കണമെന്നൊന്നും ഞാൻ നിർബന്ധം പിടിക്കുകയില്ല. അപ്പൊ അതല്ല മാപ്പ് സ്റ്റഡി. അത് ഹീസ് വെരി ടാലന്റഡ്. പക്ഷെ എല്ലാവർക്കും ആ ടാലന്റ് വേണമെന്നില്ല അല്ലെ.
പക്ഷെ നമ്മൾ എന്താണ് മാപ്പ് സ്റ്റഡിയിൽ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? അതാണ് ഞാൻ അടുത്ത പറഞ്ഞു വരുന്നത്. അപ്പോൾ മാപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വി ഷുഡ് എക്സ്പെക്ട് മാപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇൻ ദി പ്രിലിംസ്. അപ്പോൾ ഹൗ ക്യാൻ വി ലേൺ ഓൾ ദീസ് തിങ്സ്? എങ്ങനെ നമുക്ക് മാപ്പ് ഒക്കെ പഠിക്കാൻ പറ്റും? വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഇമാജിൻ, എന്താണ് ഇപ്പോ ഈജിപ്തിൽ ഒരു ഇഷ്യൂ നടക്കുകയാണ്. ദർ ഇസ് സം ന്യൂസ് അബൌട്ട് ഈജിപ്റ്റ് ഓർ റിഗാർഡിംഗ് നൈൽ നദി, റിവർ നൈൽ അല്ലെ. ഇഫ് ദർ ഇസ് സം ന്യൂസ് റിഗാർഡിംഗ് റിവർ നൈൽ, like some actually there is some issue actually about constructing a dam in the Nile. അപ്പോ how can we learn? അതെങ്ങനെ നമ്മൾ UPSC-ക്ക് വേണ്ടിയിട്ട് പഠിക്കും? We have അങ്ങനെ ഒരു വാർത്ത വായിച്ചു. We have seen that in news. But for map study, we should be learning the neighboring countries of that particular place. If the dam is going to be constructed in Ethiopia, we should learn about Ethiopia, neighboring countries. About if it is about Egypt, we should know the neighboring countries of Egypt. Okay, in a similar fashion, or about Horn of Africa. Have you ever heard of Horn of Africa? It's the easternmost portion of Africa. It looks like a horn. Map കയ്യിൽ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കൂ. Which is a strategically important place. Okay, അപ്പം and the next അടുത്ത രീതിയാണ് ഞാൻ പറയുന്നത്. If our president or prime minister visits a country, if our prime minister visits this Egypt or Sudan or China, then we should learn about China because it's a national news അല്ലേ. അതൊരു ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ if the president of France visited India, then we should learn about France. We should go through the map of France, which all countries are neighboring to France. Okay, in a similar fashion we should learn. And I think it was in 2017 a question was asked. സ്റ്റാർസിലെ കുട്ടികൾക്ക് അറിയാവുന്നതാണിത്, ഞാൻ അവരുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. The question was like this: a person is traveling from Kohima to Kottayam. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ കോഹിമയിൽ നിന്നും കോട്ടയത്തിന് വരുവാണ്. ഈ കോഹിമ എവിടെയാണ്? റോഡ് മാർഗമാണ് വരുന്നത്. കോഹിമ എവിടെയാണ്? പറയൂ. നമ്മുടെ ആരോടാ ചോദിക്കുന്നത്? ആരെങ്കിലും പറയൂ. മൈക്കോണാക്കി പറ. ഇപ്പൊ സെർച്ച് ചെയ്യരുത്, നോ ചീറ്റിംഗ്. ഇതിന്റെ ഇടയിൽ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കരുത്. കോഹിമ എവിടെയാണ്? പറയൂ. നാഗാലാൻഡ് ആണ്. അത് അവിടുത്തെ ഒരു ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് കോഹിമ അല്ലെ, നമുക്കറിയാം നാഗാലാൻഡ് ആണ്. നാഗാലാൻഡിലെ ക്യാപിറ്റൽ ആണ് കോഹിമ. പക്ഷെ ഈ കോട്ടയം എവിടെയാ? കോട്ടയം ഇപ്പം ഇതിൻ്റെ അകത്ത് മെജോറിറ്റി ആൾക്കാരും മലയാളികളായതുകൊണ്ടും ഞാൻ കോട്ടയംകാരനായതുകൊണ്ടും കോട്ടയം എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോട്ടയം കേരളത്തിലാണ്. ബട്ട് ഒന്ന് നോക്കിയേ, കേരളം ഈസ് ജസ്റ്റ് എ ഡിസ്ട്രിക്ട്. ഇപ്പൊ കോഹിമയ്ക്ക് വരും ദിമാപൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ വിചാരിക്കും? ദിമാപൂർ എവിടെയാ? നാഗാലാൻഡിൽ തന്നെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. പക്ഷെ കോട്ടയം അതുപോലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. കോട്ടയം ഈസ് ജസ്റ്റ് എ ഡിസ്ട്രിക്ട്. ആൻഡ് ഹൗ ക്യാൻ വി ലേൺ ഓൾ ദീസ് ഡിസ്ട്രിക്ട്സ്? അങ്ങനെ ഡിസ്ട്രിക്റ്റുകളെല്ലാം പഠിക്കാൻ പോയാൽ ഈവൻ മധ്യപ്രദേശിൽ തന്നെ നിയർലി 50 or 51 അതാണ്ട് ഡിസ്ട്രിക്ട്സ്. അപ്പോൾ വിച്ച് ഈസ് നിയർലി ഇമ്പോസിബിൾ ടു ലേൺ ഓൾ ദി ഡിസ്ട്രിക്ട്സ് ഓഫ് ദി സ്റ്റേറ്റ്സ്. അപ്പോൾ ഇറ്റ് വാസ് എ കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ. ദിസ് ക്വസ്റ്റ്യൻ വാസ് എന്നാ പറഞ്ഞത്, ഇറ്റ് വാസ് എ പ്രോബ്ലം മേക്കിംഗ് ക്വസ്റ്റ്യൻ ആൻഡ് മെനി ആസ്പിരൻസ് were questioning UPSC, why are you doing this to us? Appo UPSC said Kohima was in news regarding some construction work, or it was a national news, and Kottayam was also in news. It was listed as one of the ഒരു 50 അല്ല ലോകത്തിലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ 100 എണ്ണം, 50 100 തോന്നുന്നു 100 പ്ലേസസിൽ അറ്റ്ലീസ്റ്റ് മരിക്കുന്നതിന് മുമ്പ് വൺ ഓഫ് ദ പ്ലേസ് വിച്ച് യു ഷുഡ് വിസിറ്റ് ബിഫോർ യു ഡൈ എന്ന് പറഞ്ഞൊരു ലിസ്റ്റിംഗിൻ്റെ അകത്ത് കോട്ടയം ഉണ്ടായിരുന്നു. കോട്ടയം ബാക്ക് വാട്ടേഴ്സ് ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ്, ദർ വാസ് എ ന്യൂസ് റിഗാർഡിംഗ് കോട്ടയം അബൌട്ട് ടൂറിസം. ഓക്കെ, അപ്പോൾ UPSC സെഡ് ഇഫ് യു ആർ ആൻ ആസ്പിരന്റ് യു ഷുഡ് ബി അവെയർ ഓഫ് ദിസ്.
അപ്പൊ കോഹിമയിൽ നിന്ന് കോട്ടയം വരെ വരണമെങ്കിൽ എത്ര സ്റ്റേറ്റ്സ് കയറിയാണ് വരേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. ഹൗ മെനി സ്റ്റേറ്റ്സ് വിൽ ബി ദർ ഇഫ് യു ട്രാവൽ ഫ്രം കോഹിമ ടു കോട്ടയം? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ കോഹിമയിൽ നിന്ന് കോട്ടയത്ത് വരാനായിട്ടുള്ള നിയറസ്റ്റ് വേ അത് എത്ര സ്റ്റേറ്റിന്റെ ഇടയ്ക്ക് എത്ര സ്റ്റേറ്റുകൾ ഉണ്ടാവും അത് നിങ്ങൾ അറിയണമെങ്കിൽ ഇഫ് യു വാണ്ട് ടു crack that question, you should be thorough with our Indian map. അപ്പോ ഇന്ത്യൻ മാപ്പ് വെച്ചൊരു ആക്ടിവിറ്റി ഉണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ തരാം. ഇന്ന് ഈ 2 ആക്ടിവിറ്റീസ് മതി. ഒന്നെന്താണ് സിലബസ് വായിക്കുക, രണ്ടെന്താണ് നമ്മുടെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിലെ കീവേഡ്സ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ മാപ്പ് സ്റ്റഡി ഇങ്ങനെയാണ്. ഇഫ് ദർ ഇസ് ആൻ ഇന്റർനാഷണൽ ന്യൂസ്, ഇഫ് ദ ന്യൂസ് ഈസ് അബൌട്ട് സിംബാബ്വെ, we should go to the maps, അല്ലെ ഗൂഗിൾ ചെയ്യുക, സിംബാബ്വെ എടുക്കുക, നിയർ ബൈ രാജ്യങ്ങൾ നോക്കുക, ഏത് കോണ്ടിനെന്റ് ആണ്, അതൊരു ഐലൻഡ് ആണോ, അല്ല ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഐലൻഡ് ദെൻ വാട്ട് ആർ ഇറ്റ്സ് നെയ്ബറിംഗ് കൺട്രീസ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, ഇപ്പൊ പാകിസ്ഥാനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നു, പാകിസ്ഥാന്റെ നെയ്ബറിംഗ് കൺട്രീസ് ആരൊക്കെയാണെന്ന് നോക്കുക. ഇഫ് ദർ ഇസ് എ ന്യൂസ് അബൌട്ട് അഫ്ഗാനിസ്ഥാൻ, വി ഷുഡ് എന്നാ പറയുന്നത്, അഫ്ഗാനിസ്ഥാന്റെ നെയ്ബറിംഗ് കൺട്രീസ് ആരൊക്കെയാണെന്ന് നോക്കുക. ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അല്ലാതെ അങ്ങനത്തെ കാര്യങ്ങൾ, ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഫാക്കൽറ്റീസ് cannot teach all these kind of things at the class, അല്ലെ? ക്ലാസ്സിൽ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഒത്തിരി പരിമിതികളുണ്ട്. അപ്പോൾ യു ഷുഡ് ടേക്ക് എഫേർട്ട് ഫോർ ദാറ്റ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോപ്പറേഷനും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എനിവേ, ജോഗ്രഫിയുടെ 8 കാര്യങ്ങൾ അതൊക്കെയാണ്: ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എർത്ത്, ഇന്റീരിയർ ഓഫ് എർത്ത്, ലാൻഡ് ഫോംസ്, ഓഷ്യനോഗ്രഫി, ക്ലൈമറ്റോളജി, ബേർഡ് ക്ലൈമറ്റ്, ഇന്ത്യൻ ജോഗ്രഫി, മാപ്പ് സ്റ്റഡി. ഇത്രയും കാര്യങ്ങളാണ് അതിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എർത്ത് നമ്മൾ നോക്കാൻ പോവാണ്. വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എർത്ത്. ഹെഡിങ് ഇടുക, എല്ലാവരും എഴുതുക. ഓക്കെ, പുട്ട് ദ ഹെഡിങ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എർത്ത്. ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എർത്ത്. ഓക്കെ, സോ 1 minute. Okay, so origin and evolution of Earth. First area is early theories. Just write early theories. We will be writing some things. Okay, early theories. And the first theory is, okay, first theory is nebular hypothesis. Nebular hypothesis. പഴയ ആളുകൾക്ക് അതിന്റെ നോട്ട്സ് ഉണ്ടോ? സ്റ്റാർസിലെ ആൾക്കാർക്ക് നോട്ട്സ് ഉണ്ടോ? പറയൂ. സന്ദീപ് ഉണ്ടോ കൂടെ? സന്ദീപ് ഇല്ലെന്ന് തോന്നുന്നല്ലേ? ബാക്കിയുള്ളവര്, റോണ, നോട്ട്സ് ഉണ്ടോ? ഹലോ. ഇപ്പൊ വേണ്ട, അതുണ്ടല്ലോ എവിടെയും. ഓക്കെ. അപ്പൊ അത് നോക്കിയാലും മതി. ബാക്കിയുള്ളവർ എഴുതുക. ദി അതേഴ്സ് ഷുഡ് റൈറ്റ്. ഫസ്റ്റ് വൺ ഈസ് ഏർലി തിയറി ആൻഡ് ദ ഫസ്റ്റ് തിയറി ഈസ് നെബുലാർ ഹൈപ്പോത്തിസിസ്. നെബുലാർ ഹൈപ്പോത്തിസിസ്, NEBULAR, നെബുലാർ hypothesis, HYPOTHESIS, nebular hypothesis. ഇനി what is this nebular hypothesis? What is nebula? Nebula എന്ന് വെച്ചാൽ എന്താണ്? What is nebula? Come on, പറയൂ. നിങ്ങളും പറയൂ. നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കരുതേ. മൈക്ക് ഓണാക്കി അങ്ങ് ചെലവില്ലാന്ന് പറയുന്നേ. തെറ്റാണെങ്കിലും കുഴപ്പമില്ല. It doesn't matter if it's wrong. ഹലോ. ഓക്കെ, ഒരാൾ ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാത്തതിന് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്പർ 1 ആൻസർ അറിയത്തില്ല. നമ്പർ 2 ആൻസർ പറയാൻ മനസ്സില്ല. പിന്നെ നമ്പർ 3 ഉണ്ട്, അതെന്താണ് പറയാൻ സൗകര്യമില്ല, അല്ലെ? അങ്ങനെയൊക്കെ വേണേൽ പറയാം. അപ്പൊ ഇതിൽ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ? പറയാൻ സൗകര്യമില്ല എന്നുള്ള കാറ്റഗറിയാണോ അതോ അറിയത്തില്ല? ഓക്കെ, നോ പ്രോബ്ലം. അപ്പോ the term nebula here, in this theory it is said that the planets were formed from a cloud. ഒരു മേഘം, planets were formed from a cloud, or some dust particles. Okay, all these planets were formed from a dust particles എന്നാണ് ഇതിൽ പറയുക. Okay, നമുക്ക് അത് എഴുതാം. We will write it. Just write planets were formed from a cloud of materials. From a
cloud of materials. Planets were formed from a cloud of materials. Cloud of materials. Start a bracket. Start a bracket. And inside the bracket, you should write nebula. N-E-B-U-L-A. Nebula. Close the bracket. ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഈ കാണാൻ പറ്റുന്നുണ്ടോ? Yes, sir. ഓക്കെ ഓക്കെ. എനിക്ക് സ്റ്റാർസിലെ കുട്ടികൾ ടി വിയിലായിരിക്കും കാണുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ വലുതായിട്ട് കാണാം. കൊള്ളാം. ശരി. അപ്പൊ പ്ലാനറ്റ്സ് were formed from a cloud of materials, അതായത് നെബുല. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. which is associated to sun. which is associated to sun. which is associated to sun. Okay. Sun was rotating and youthful. Sun was rotating. ഒന്നും കൂടെ പറയാം. Planets were formed from a cloud of materials, bracketil nebula, which is associated to sun. Which is associated to sun. Which is associated to sun. Sun was rotating and youthful. Sun was rotating and youthful. Okay. That's the first theory. And it was in nebular hypothesis. Nebular hypothesis നിങ്ങൾ ഹെഡിങ്ങിന്റെ സൈഡിൽ nebular hypothesisന്റെ സൈഡിൽ ഇയർ എഴുതിക്കോളൂ. 1796. ഓക്കെ, 1796. ഇറ്റ് വാസ് എന്നാ പറയുന്നത്, വേ ബാക്ക് ഇൻ ദ 17th. ഓക്കെ, 1796 ഈ നെബുലർ ഹൈപ്പോത്തിസിസ് വന്നത്. ഈ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചപ്പോഴാണ്. വിച്ച് വാസ് ദ ഇയർ ടെലിസ്കോപ്പ് വാസ് ഡിസ്കവേർഡ്? ടെലിസ്കോപ്പ് ഡിസ്കവർ ചെയ്ത ആളുടെ പേരെന്താണ്? ടോജി ആന്റണിയോ? എന്താണ്? ഹലോ, കേട്ടില്ല. ഗലീലി. ഞാൻ ടോജി ആന്റണി എന്ന് പറയുന്ന പോലെ തോന്നി. അതെന്റെ പേരാണ്, ടോജി ആന്റണി. ഞാനല്ല. ഏതായാലും ഞാൻ ടെലിസ്കോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബട്ട് കണ്ടുപിടിച്ച ഞാനല്ല കേട്ടോ. അത് ഗലീലി എന്ന് പറയുന്ന ആളാണല്ലേ. അതെന്നായിരുന്നു? വിച്ച് ഇയർ? അറിയത്തില്ല, കുഴപ്പമില്ല. അറിയത്തില്ലെങ്കിൽ മൈക്ക് ഓപ്പൺ ആക്കിയിട്ട്, മൈക്ക് ഓൺ ആക്കിയിട്ട് അറിയത്തില്ല എന്ന് വിളിച്ച് പറയണം. അതാണ് ഒരു രസം. അപ്പോ എനിവേ, ഇൻ ദി 1796 ടെക്നോളജി വാസ് നോട്ട് അഡ്വാൻസ്ഡ് അല്ലെ. ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് അല്ലായിരുന്നു. നമ്മുടെ ഇപ്പോൾ ഉള്ള പോലത്തെ സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സോ ടെലിസ്കോപ്സ് were not available at that time. At that time, all these theories came from some assumptions and some calculations. Okay. അതായത് പല ഊഹാപോഹങ്ങൾ. ഇപ്പം നിങ്ങൾ ആ സമയത്ത് പോയി പറയുകയാണ് ആകാശത്തിൽ മുഴുവൻ വെള്ളമാണ്, വെള്ളത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത്, ഓൾ ദീസ് പ്ലാനറ്റ്സ് വെർ ക്രിയേറ്റഡ് ഫ്രം വാട്ടർ എന്ന് പറഞ്ഞാൽ അതൊരു തിയറി ആകും. ഞാൻ അതുണ്ടാക്കിയ ടോജി ആന്റണീസ് തിയറി ഓഫ് ജെനിസിസ്, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ എന്താണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ മെരിയാസ് തിയറി ഓഫ് ജെനിസിസ്, അല്ലെങ്കിൽ റോണാസ് തിയറി ഓഫ് ജെനിസിസ്, ജെറിൻസ് തിയറി ഓഫ് ജെനിസിസ്, അങ്ങനെ ഓരോരുത്തർ വന്നേനെ. അപ്പോ നെബുലർ ഹൈപ്പോത്തിസിസ്, ഹൈപ്പോത്തിസിസ് എന്ന പേരിൽ നിന്ന് ഇറ്റ് ഈസ് എ ഹൈപ്പോത്തിസിസ്, ഇറ്റ് ഈസ് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരൊക്കെയാണ്? ഇമ്മാനുവൽ കാന്റ്. ഇത് നെബുലർ ഹൈപ്പോത്തിസിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇമ്മാനുവൽ കാന്റ്, KANTH, ഇമ്മാനുവൽ കാന്റ്, KANTH, ഇമ്മാനുവൽ കാന്റ്, and Laplace, LAPLACE. These two people introduced nebular hypothesis. ആരൊക്കെയാണ്? ഇമ്മാനുവൽ കാന്തും ലാപ്ലേസും. See, all these names are not at all important. നിങ്ങൾ പേരൊന്നും കാണാതെ പഠിക്കണ്ട. എനിവേ, ഇമ്മാനുവൽ കാന്തും ലാപ്ലേസും കൂടെയാണിത്. സോറി, ഇമ്മാനുവൽ കാന്തും ലാപ്ലേസും കൂടെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ. Then second theory. First theory was nebular hypothesis. Next is second theory. Second theory is that theory is known by എന്നാ പറയുന്നത്, അതിന്റെ ഫൗണ്ടേഴ്സിന്റെ പേര് വെച്ചാണ് ചാംബർലൈൻ. ചാംബർ, CHAMBER, ചാംബർ ലൈൻ, LAIN, ചാംബർലൈൻ. ഇത് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്, ചാംബർലൈൻ, CHAMBER, Chamberlain and
Mountain, M-O-U-T-O-N. Chamberlain and Mountain. ആ തിയറി ചാമ്പർലൈൻ ആൻഡ് മൗട്ടൺ ഈ രണ്ട് പേരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1900 1900 അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, 1900 1900. See, years and names are not important. അതുകൊണ്ട് ഇനി ഇയേഴ്സ് നെയിംസ് ഒന്നും ഞാൻ പറയുന്നില്ല. ചാമ്പർലൈൻ ആൻഡ് മൗട്ടൺ 1900 എന്താണ്? ദിസ് തിയറി സേസ്, നമുക്കത് എഴുതാം. A wandering star, write down, a wandering star, wandering, അലങ്ങി തിരിങ്ങി നടക്കുന്ന, അല്ലെ, അലങ്ങി തിരിങ്ങി നടക്കുന്ന സ്റ്റാർ ആണ്, അല്ലെ. A wandering star approached the sun, a wandering star approached the sun and a cigar shaped piece split off. സ്പീഡിൽ എഴുതണേ. A wandering star approached the sun and a cigar shaped piece split off. I will explain all these things after writing. A wandering star approached the sun and a cigar, C-I-G-A-R, cigar shaped piece split off. Off in രണ്ട് F ഉണ്ട്. Split off from the sun. ഒരു മിനിറ്റ്. From the sun, and it started forming planets. അപ്പോ ഇതെന്താണ് പറയുന്നത്? നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. Wandering star approached the sun and a cigar-shaped piece split off from it and it started forming planets. അതായത് ഒരു, see, this is sun, അല്ലെ, ഇത് സൂര്യനാണ്. ഇതിലേക്ക് ഒരു അലങ്ങി തിരിങ്ങി നടക്കുന്ന ഒരു പ്ലാനറ്റിംഗ്, ഒരു എന്നാ പറയുന്നത്, ഒരു ഉൽക്ക പോലത്തെ ഒരു കല്ല് അല്ലെങ്കിൽ ഒരു സ്റ്റാർ വന്ന് ഇതിനിട്ട് വന്ന് ഇടിച്ചപ്പോൾ എന്നാ പറ്റി? ഇതിൽ നിന്ന് സിഗാറിന്റെ ഷേപ്പിൽ ഒരു സാധനം തെറിച്ചു. എന്താണ് ഈ സിഗാർ? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ ടോം ആൻഡ് ജെറി ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ സിഗരറ്റ് പോലെ വലിക്കുന്ന ഒരു സാധനമാണ്. കണ്ടിട്ടുണ്ടോ അത്? റോണ കണ്ടിട്ടുണ്ടോ? ഓവൽ ഷേപ്പിലായിരിക്കും ഇത്. വലിച്ചിട്ടുണ്ടെന്നോ? റോണ വലിച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ. അപ്പൊ റോണ വലിച്ചെന്നാണ് പറഞ്ഞേ? അയ്യോ, കണ്ടിട്ടുണ്ടല്ലേ? അതായത് കണ്ടിട്ടുമില്ല. ശരി, ടോം ആൻഡ് ജെറി ഒന്ന് കാണുകയില്ല. ഓക്കെ. അപ്പോ ഈ സിഗരറ്റ് പോലത്തെ ഒരു സാധനമാണ് സിഗാർ. ഇങ്ങനെ ഓവൽ ഷേപ്പിലായിട്ടിരിക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. ഇങ്ങനെ അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഈ സിഗാർ ആ ഒരു ഷേപ്പ്, ഇങ്ങനത്തെ ഒരു സാധനം, ഇത് ഈ സൺ, എ വാണ്ടറിംഗ് സ്റ്റാർ അപ്രോച്ച് ദി സൺ ആൻഡ് എ സിഗാർ ഷേപ്ഡ്, ഇതുപോലത്തെ ഒരു സാധനം സ്പ്ലിറ്റ് ഓഫ്, ഇതിന് തെറിച്ചുപോയി. ആൻഡ് ഇത് ഡിവൈഡ് ചെയ്ത് പ്ലാനറ്റ്സ് ആയി മാറി എന്നൊക്കെയാണ് അതിൽ പറയുക. See, all these you should remember that all these theories came in the early 19s, in the 17s. Okay, at that time technology was not advanced, so lack of knowledge is there and lack of evidence, and that was the learning stage in these areas. Okay, ഒരു developing stage ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു theories ഒക്കെ are not at all accepted these days. Okay, so all these things are early theories which have no relevance in these times. Next is binary theory, third one, binary theory. Binary, B-I-N-A-R-Y, binary theory. എന്താണ് binary theory? Bi എന്ന് വെച്ചാൽ എന്താണ്? What does it mean by bi? രണ്ടാണല്ലോ. ഓക്കെ. അപ്പോ whenever you hear binary theory, you should remember this two. There is some two things are there. Appo we will write it. Sun had a companion star. സണ്ണിന് ഒരു കമ്പാനിയൻസ്, ഒരു കൂട്ടുകാരൻ അല്ലെ കൂട്ടുകാരിയും കൂടെ ഉണ്ടായിരുന്നു, ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ. And the companion star was then collided. എഴുതിക്കോ, sun had a companion star. എഴുതു, sun had a companion star and
the companion star, and the companion star was then collided by a wandering star. The companion star was collided by wandering star. Okay, അതായത് ഇതാണ് സൺ, ഇത് കമ്പാനിയൻ സ്റ്റാർ. അപ്പൊ ഈ കമ്പാനിയൻ സ്റ്റാറിനിട്ട് ഒരു വാണ്ടറിങ് ഒബ്ജക്റ്റ് വന്നിടിച്ചു. ഈ വാണ്ടറിങ് സ്റ്റാർ ഒരു ഉൽക്കയാവാം. ഓക്കെ, ഒരു അലങ്ങി തിരിങ്ങി നടക്കുന്ന ഒരാള്, എല്ലായിടത്തും അലങ്ങി തിരിങ്ങി നടക്കുന്ന ആൾക്കാരാണ് എപ്പോഴും പ്രശ്നക്കാരല്ലേ. അപ്പൊ ഈ സണ്ണിന്റെ കൂട്ടുകാരനിട്ട് അല്ലെ കൂട്ടുകാരിക്കിട്ട് ഒരു അലങ്ങി തിരിങ്ങി നടക്കുന്ന ഒരു സ്റ്റാർ വന്ന് ഒറ്റ ഇടി കൊടുത്തു. ഇടിച്ചപ്പോഴത്തേക്ക് എന്നാ പറ്റിയത്? ആൻഡ് ഹെൻസ് പ്ലാനറ്റ്സ് വെർ ഫോംഡ്. ആൻഡ് ഹെൻസ് പ്ലാനറ്റ്സ് വെർ ഫോംഡ്. അങ്ങനെ അത് ഇടിച്ചു പൊളിങ്ങി ഉണ്ടായതാണ് പ്ലാനറ്റ്സ് എന്നായിരുന്നു ബൈനറി തിയറി ഒക്കെ പറയാം. ഓക്കെ, അപ്പോ as I said earlier, binary theory, never think that okay, this 2 line is binary theory or this 4 line is Chamberlain and Morton, അല്ലെങ്കിൽ this 2 line is nebular theory, nebular hypothesis. അങ്ങനെ വിചാരിക്കരുത്. It's not like that. Nebular hypothesis എന്ന് പറഞ്ഞാൽ പേജ് കണക്കിനുണ്ട്. There are lots of things to learn in it. And ഞാൻ അതിന്റെ ഒരു രത്നച്ചുരുക്കമാണ്. അതിനെ എന്നാ പറയുന്നത്, കംപ്രസ് ചെയ്ത് ഒരു ഷോർട്ട് 2 ലൈൻസിൽ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. എന്തുകൊണ്ട് ഇതുപോലെ ചുരുക്കി സംക്ഷേപണ അല്ലെങ്കിൽ അത്ര ഒരു കോംപ്രിഹെൻസീവ് വലിയൊരു രീതിയിൽ തരാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, these areas are not that important, but it is written in the syllabus, and you should get a baby steps into geography. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ ഒക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പം ബൈനറി തിയറി എന്താണ്? Sun had a companion star, and this companion star was then collided with some wandering object, wandering star or whatever, and then planets were formed. അങ്ങനെയാണ് ബൈനറി തിയറി സംസാരിക്കുക. ഇനിയും അനേകം, there are so many theories like this, and we are not going to discuss all those things because it's not that much relevant, and it won't be asked in the questions in the near future. So we don't have to learn so many unwanted things. Okay, next comes modern theory. Modern theory. Put a heading, modern theory. Modern theory. Modern theory എന്തൊക്കെയാണ് പറയുന്നത്? ഏതാണ് മോഡേൺ തിയറി? പറയൂ, ഒരു മോഡേൺ തിയറി പറയൂ. Big Bang theory. Yes, obviously Big Bang theory is a modern theory. But അതിനു മുമ്പ് there is another one. Hoyle's concept. Hoyle's, Hoyle''s. Hoyle's concept. Hoyle's concept. Hoyle's concept എന്താണ് പറയുന്നത്? Put a heading, Hoyle's concept. Hoyles. Hoyle's concept. Hoyle's concept. അപ്പൊ Hoyle's concept ന്റെ സൈഡിൽ put a slash and write steady state theory. STEADY. Steady state theory. THEORY. Hoyle's concept or steady state theory. Hoyle's concept or steady state theory. എന്താണ് steady state theory? We will write it. Universe is in the same size. Universe is in the same size at any point of time, right? Universe is in the same size at any point of time. Okay, universe is in the same size at any point of time. What does it mean? അതായത് അന്നും ഇന്നും എന്നും അല്ലേ, ആസ് ഇറ്റ് വാസ് ഇൻ ദ ബിഗിനിങ് ഈസ് നൗ ആൻഡ് എവർ ഷാൽ ബി എന്ന് പറയുന്നത് പോലെ, ആദ്യം മുതൽ എന്നേക്കും അല്ലേ എന്ന് പറയുന്നത് പോലെ, യൂണിവേഴ്സ് അന്നും ഇന്നും ഒക്കെ ഒരേ സൈസാണ്. അതിന് വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല. യൂണിവേഴ്സ് എപ്പോഴും ഇത് ഇങ്ങനെയാണ്. യൂണിവേഴ്സ് ഈസ് ഓൾവേസ് ദ സെയിം സൈസ് എന്നാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി പറയുക, അല്ലെ ഹോയ്ലീസ് കോൺസെപ്റ്റ് പറയുക. അത് മോഡേൺ തിയറീസിൽ ഒരു തിയറിയാണ്. And after that, that's all about Hoyle's concept or steady state theory. But whenever you hear steady state theory, just see that word, steady. Universe is in the same size. Universe steady ആണ്, എപ്പോഴും ഒരുപോലെയാണ്. പണ്ടും ഒരുപോലെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനി അങ്ങനെ ആയിരിക്കും. അതാണ് Hoyle's concept പറയുന്നത്, അല്ലെങ്കിൽ steady state theory പറയുക. Then the next one, modern theory ആണ്. Modern theory ആണ്. Next is Big Bang theory. Big Bang.
Bang theory. Big Bang theory. Big Bang theoryക്ക് there is another name. രജനീകാന്ത് പറയുന്ന പോലെ ഇന്നൊരു പേരിருக்கு അല്ലേ? അപ്പോൾ ഒരു പേരും കൂടെ ഉണ്ട്. ബിഗ് ബാങ് തിയറിക്ക് മറ്റൊരു പേരുണ്ട്. എന്താണ് ആ പേര്? ആർക്കെങ്കിലും അറിയാവോ? അറിയാവുന്നവർ പറയൂ. പറഞ്ഞോളൂ. എനിക്ക് എല്ലാവരുടെയും പേര് പറഞ്ഞു. ശരിയാണ്. Expanding universe hypothesis. Yes, expanding universe theory അല്ലെങ്കിൽ expanding universe hypothesis. Expanding universe അല്ലേ? Expanding universe theory or expanding universe hypothesis. അങ്ങനെ. അപ്പോൾ expanding universe theory. അപ്പോൾ എന്താണ് expanding universe theory അല്ലെങ്കിൽ എന്താണ് ബിഗ് ബാങ് തിയറി? ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എഡ്വിൻ ഹബിൾ എന്ന് പറയുന്ന മനുഷ്യൻ. എഡ്വിൻ ഹബിൾ. ഓക്കെ. ബിഗ് ബാങ് തിയറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. അല്ലെങ്കിൽ എഡ്വിൻ ഹബിൾ മാത്രമല്ല, പലരുണ്ട്. There are some other people also behind this, but Edwin Hubble, we should mention one name, and Edwin Hubble coined this. Edwin Hubble, H-U-B-B-L-E, Hubble. H-U-B-B-L-E, Hubble, Hubble, expand. Okay, Edwin Hubble. എന്നാണ് 1947 അതോ 37 എന്നാണ്? In the early 1970s അല്ലേ? 1920 ആണോ? ഓക്കെ, ഞാനത് പറയുന്നില്ല. അതെന്നാന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് ബിഗ് ബാങ് തിയറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. അതാണ് നിങ്ങളുടെ ഒരു ഹോംവർക്കാണ്. നിങ്ങൾ കണ്ടുപിടിക്കുക. ബിഗ് ബാങ് തിയറി വിച്ച് ഇയർ? ബിഗ് ബാങ് തിയറി ഏത് വർഷമാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, സോ വാട്ട് ഡസ് ദിസ് തിയറി ടെൽസ് us? ഈ തിയറി നമ്മളോട് എന്താണ് പറയുക? യൂണിവേഴ്സ് ഈസ്, എഴുതിക്കോളൂ, റൈറ്റ് ഡൗൺ. യൂണിവേഴ്സ് is ever expanding. Universe is ever expanding. Universe is ever expanding. Okay. Okay, before we proceed, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. You people will, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാകും. അപ്പോൾ എക്സ്പെഷ്യലി ദാറ്റ് മലയാളം അറിയാത്ത ഒരാളുണ്ട്. ഐ forgot your name. കുമാർ എന്നാണ്. എന്ത് കുമാറായിരുന്നു? Rohit. Okay. Yes, sir. Okay. If you have any doubts, you should contact me. And the number, എല്ലാവരും നമ്പർ എഴുതി എടുത്തോളൂ. 9496802564. Okay, 9496802564. Yes, sir. Okay. Okay, good. ബാക്കി എല്ലാവരും എഴുതി എടുക്കുക ഈ നമ്പർ. ഓക്കെ, പ്ലീസ് ടേൺ ഓഫ് യുവർ മൈക്ക്. ഭയങ്കര ശബ്ദമാണല്ലോ. ഹലോ, പ്ലീസ് ടേൺ ഓഫ് യുവർ മൈക്ക്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ നമ്പർ എല്ലാവരും എഴുതി എടുക്കുക. 9496802564. ഇതാണ് നമ്പർ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻസും ഡൗട്ട്സും ഉണ്ടാകും. യു ക്യാൻ കോൺടാക്ട് മീ. വാട്സാപ്പ് ഒക്കെ ഉള്ള നമ്പറാണ്. നിങ്ങൾക്ക് ഡൗട്ടുകൾ വാട്സപ്പ് ചെയ്യാം. വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ കോൾ എടുക്കണമെന്നില്ല, കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ചിട്ടേക്കുക. വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ടിടാം, ഓർ യു ക്യാൻ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടിടാം. എനിക്ക് ടൈം കിട്ടുന്ന പോലെ ഒരു വിത്തിൻ 2 days ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡൗട്ടുകൾ വരുമ്പോഴത്തേക്ക് കോണ്ടാക്ട് ചെയ്യുക. കാരണം നിങ്ങൾക്കറിയാം ജോഗ്രഫിയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇറ്റ്സ് കുറച്ചൊക്കെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ഒക്കെ വരും ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഡൗട്ട്സ് വരും. എന്നാലും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 9496802564. എല്ലാവരും എഴുതിയെടുത്തോ? എഴുതില്ലേ? ഓക്കെ, ഗുഡ്. പേര് മറക്കണ്ട, ടോജി ആണ് കേട്ടോ. 2G 3G ഒന്നുമല്ല. ടോജി, TOJI, ടോജി ആന്റണി, ANTONY, ടോജി ആന്റണി. ഓക്കെ, ഗുഡ്. അപ്പോൾ back to Big Bang theory. Universe is ever expanding. Write down. Universe is ever expanding. Universe is ever expanding. But see, ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. Listen carefully. It is said that universe is expanding, but it doesn't mean the distance between Earth and Sun increase. Okay, it doesn't mean the distance between the planets increases. Pinna enganeyana expanding? Okay, it's like
Galaxies do not expand. Okay, write down. Galaxies do not expand. Galaxies do not expand. Galaxies do not expand. Galaxies do not expand. But distance between two galaxies increases. നമ്മുടെ ഗാലക്സിയുടെ പേരെന്താണ്? Okay, ഒന്നും കൂടെ പറയാം. Galaxies do not expand, but distance between two galaxies increases. നമ്മുടെ ഗാലക്സിയുടെ പേരെന്താണ്? ഓക്കെ, മിൽക്കി വേ, MW എന്ന് കിടക്കട്ടെ. ഇത് വേറൊരു ഗാലക്സിയാന്ന് വെച്ചോ. വേറെ ഏതെങ്കിലും ഗാലക്സി, എന്റെ പേരിൽ ഒരു ഗാലക്സി ആയിക്കോട്ടെ, ടോജി ആന്റണിയുടെ ഗാലക്സി. ഓക്കെ, അപ്പോ in this theory it is said that the universe is expanding, but galaxies do not expand. ഇതിന്റെ അകത്തുള്ള ഇതിന്റെ അകത്ത് പല പ്ലാനറ്റ്സ് ഉണ്ട്, പല സ്റ്റാർസ് ഉണ്ട്. The distance between the planets within this galaxy does not increase. Okay, മനസ്സിലാക്കുക, the distance between the stars or planets in this particular galaxy does not increase. പിന്നെ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്, എന്താണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ഗാലക്സീസ് ഇൻക്രീസസ്. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ഗാലക്സി ആൻഡ് ദിസ് ഗാലക്സി ഇൻക്രീസസ്. ഗാലക്സീസ് ഡു നോട്ട് എക്സ്പാൻഡ്, ബട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഗാലക്സീസ് ഇൻക്രീസസ്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ഓക്കെ, രോഹിത് മനസ്സിലായോ? Sorry, sir. What? Okay, are you able to understand? Yes, sir. Yes, sir. I don't. Okay, Rohit, in Malayalam, manasilayo means are you able to follow, understood? It's like that, manasilayo, kato, understand? Okay, sir. Okay, okay. Okay, manasilayo. Rohit, manasilayo? I got it, sir. Okay. ഹലോ കേൾക്കാമോ? ഹലോ. ഓക്കെ, ഗുഡ്. ഇടയ്ക്ക് പെട്ടെന്നൊരു ഇത് വന്നു. അപ്പോ ഓക്കെ, ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നീതു, ആർ യു ഓക്കെ? മനസ്സിലാവുന്നുണ്ടോ നീതു? റോണ? ഓക്കെ, ബാക്കി എനിക്ക് എല്ലാവരുടെയും പേരറിയത്തില്ല, അതുകൊണ്ടാണ് പേര് വിളിക്കാത്തത്. എനിക്ക് പേര് പഠിക്കാൻ ഇച്ചിരി താമസമുണ്ട്, വഴിയെ പഠിച്ചോളും. നമ്മുടെ പഴയ നമ്മുടെ സ്റ്റാർസിലെ കുട്ടികൾ, നിരന്നിരിക്കുന്ന ആളുകൾ ഉറങ്ങുന്നുണ്ടോ? അതോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? വെരി ഗുഡ്. കോറസ് ആയിരുന്നു. നിങ്ങൾ മാത്രം അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടോ അവിടെ? അതോ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുവാണോ? ആരെങ്കിലും അവിടെ ഇല്ലേ നിങ്ങൾ ഉറങ്ങിപ്പോവും. ഓക്കെ, ആരെങ്കിലും അവിടെ ഉണ്ടാവും. സിസ്റ്റർ കാണും അല്ലേ? ശരി. അപ്പോ ബാക്കിയുള്ളവരൊക്കെ പിടികിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഐ വിൽ ടെൽ യു വൺ മോർ ടൈം. ഗാലക്സീസ് ഡു നോട്ട് എക്സ്പാൻഡ്. ഈ ഗാലക്സിക്ക് അകത്തുള്ള പാർട്ടിക്കിൾസ് അവരുടെ ഡിസ്റ്റൻസ് ഒന്നും കൂടത്തില്ല, അത് ഡസ് നോട്ട് എക്സ്പാൻഡ്. ബട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഗാലക്സീസ് ഇൻക്രീസസ്. ഓക്കെ, ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. ദെൻ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ വി ആർ ഗോയിങ് ടു റൈറ്റ് സം മോർ തിങ്സ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്? ജസ്റ്റ് റൈറ്റ് ലൈക്ക് ദിസ്. See, we'll write an example. See, think of a balloon. Okay, this is a balloon. We are marking 2 dots on it. Okay, 2 dots on this balloon. And we are blowing this balloon. നമ്മളിത് വീർപ്പിക്കുകയാണ്. വീർപ്പിക്കുമ്പോഴത്തേക്ക് as the area of this balloon increases, the distance between these 2 dots increases. അല്ലേ? That's how galaxies expand. I mean, that's how the distance between 2 galaxies increases എന്നാണ് പറയുക. ഓക്കെ, അല്ലാതെ തന്നെ എക്സാമ്പിൾ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോ ജസ്റ്റ് റൈറ്റ് ഡൗൺ സ്റ്റെപ്പ് 1. Step 1 എഴുതൂ. Write down step 1. All matters in the universe are existed
existed as a tiny ball. Okay, all matters in the universe existed as a tiny ball. എഴുതിയോ? Rohit? Yes, sir. Okay. Then. Okay, all matters in the universe existed as a tiny ball. ഇനി എന്താണ്? This it had three characteristics. It had three characteristics. And before writing these characteristics, I want to tell you something. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, the things which I am going to explain now, you won't be able to visualize it, or it's really hard to visualize it. നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ ശകലം പ്രയാസമുണ്ട്, because see, it's really hypothetical. See, the name itself, it says Big Bang, അല്ലേ? The Big Bang, which means some explosion and some banging noise, a huge noise is produced, അല്ലേ? Anyway, ഞാൻ ആ നോയ്സ് കേട്ടിട്ടില്ല. I didn't hear that noise. ഞാൻ അന്ന് ജനിച്ചിട്ടില്ലായിരുന്നു ഇത് സംഭവിച്ച ദിവസം. നിങ്ങൾ ജനിച്ചിട്ടില്ല. And just imagine, if some explosion happens in the space, we won't be able to hear any noise actually, അല്ലേ? സ്പേസിൽ ഒരു എക്സ്പ്ലോഷൻ നടന്നാൽ നമ്മൾ അതിന്റെ ശബ്ദം കേൾക്കുമോ? Can we hear that noise if some explosion happens in the space? No, sir. No. And what's the reason for that? എന്താണ് കാരണം? പറയൂ. No air, no atmosphere, അല്ലേ? There is no medium for this sound waves to travel, അല്ലേ? Sound waves travel ചെയ്യാൻ ഒരു മീഡിയം വേണം. Here on earth we can hear these noises because there's an atmosphere, we have an atmosphere, we have this air, അല്ലേ, for this sound waves to travel. ഇപ്പൊ നമ്മൾ ടേബിളിൽ ചെവി വെച്ചിട്ട് ഇങ്ങനെ കൊട്ടുവാണെങ്കിൽ we'll hear more sound. If we strike on our desk, placing our ear on the desk, the noise will be higher. And what's the reason for that? Sound travels much faster on this desk. Sound waves പെട്ടെന്ന് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നു. അപ്പോൾ in the space there is no such medium for this sound waves to travel. So and also the things I'm going to explain, the three characteristics which we are going to discuss, you people will not be, maybe you won't be able to visualize all those things. Okay, so what we have written is all matters in the universe existed as a tiny ball. It had three characteristics. Number one, write down. Number one, infinite temperature. Number two, infinite mass. Number three, negligible volume. Okay, number one is infinite temperature, number two, infinite mass, number three, negligible volume. Okay, one more thing, that's it. That's the three characteristics. I'll explain it. You should know one more thing. See, Big Bang theory, even this theory also, if some other modern theories, if another new theory comes tomorrow, this theory will be scrapped away. See, we are still looking for more evidences about the origin and evolution of Earth. ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് കൂടുതൽ എവിഡൻസ് നമ്മൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഫ് എ meteorite strikes the earth, അല്ല, ഒരു ഉൽക്ക ഭൂമിയിൽ വന്ന് വീണാൽ പോലും നമ്മൾ we will read in the newspaper that okay, scientists are searching for new evidences about the origin and evolution of Earth. ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് കൂടുതൽ എന്താണ് എവിഡൻസസ് ഈ ഒരു ഉൽക്കയിൽ നിന്നും ലഭിച്ചേക്കാം എന്ന് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. അങ്ങനത്തെ വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട്.
which means we are not satisfied with even with this Big Bang theory. നമുക്കറിയത്തില്ല, we are still searching for more evidences. അപ്പോൾ with the available evidences till date, we came to a conclusion that okay, all these universe came by this, or it was created by a blast, or by an explosion of a tiny ball. But nobody still knows who placed that tiny ball there. ഒരു tiny ball പൊട്ടിത്തെറിച്ചു അല്ലേ, a tiny ball was exploded. But ആർക്കും അറിയത്തില്ല, nobody knows how this, who placed that tiny ball. ആ ചെറിയ ഒരു tiny ball ആണെന്ന് പറഞ്ഞു, അതെങ്ങനെ പൊട്ടിത്തെറിച്ച്, അതാരാ അവിടെ കൊണ്ടുവച്ചത്, അതെങ്ങനെ ഉണ്ടായി? അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോഴും ഉത്തരവില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഐ എം നോട്ട് മിക്സിങ് ദിസ് വിത്ത് റിലീജിയൻ. നമുക്ക് എല്ലാവർക്കും റിലീജിയസ് ബിലീഫ്സ് ഉണ്ട്, ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. അപ്പോൾ ജെനിസിസ് ഒക്കെ വായിക്കുമ്പോഴത്തേക്ക് ഒരു ഡിഫറെന്റ് ആസ്പെക്റ്റ് ആണ്, നമുക്കത് സയൻസുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് there will be much confusions. അപ്പോൾ we are not speaking about our religious beliefs, but this thing, just imagine about that. അതിന്റെ 3 characteristics എന്താണ്? Infinite temperature, infinite mass, negligible volume. We cannot even think about such an object. Infinite temperature ഉള്ള infinite temperature, അതെന്തൊരു സാധനമാണ്, അതെന്തായിരിക്കും? Infinite mass, infinite ആയിട്ടുള്ള mass, but negligible volume. So such an object we cannot even imagine it in our mind. Okay, next, step 2. Step 2 എന്താണ് step 2? 13.7 billion years ago, 13.7 billion years ago, 13.7 billion years ago, 13.7 billion years ago, the Big Bang happened. The Big Bang happened. Okay, എന്താണ് ബില്യൺ ആൻഡ് മില്യൺ? മില്യൺ എത്രയാണ്? മില്യൺ എത്ര സീറോ ആണ്? പറയൂ. എത്ര സീറോ ആണ് മില്യൺ? പറ. 5 ആണോ? 6 ഓക്കെ, ഇതിപ്പോ 6 ആയില്ലേ? ഇതിപ്പോ എത്ര എണ്ണമായി? 4, 5 ആയുള്ളൂ. ഓക്കെ, 6. അപ്പോ ഈ ബില്യൺ എത്രയാണ്? പറ. 1 കോടി. കോടിയാണ്. ഉറപ്പാണോ? അതെ സാർ. ശരി. അപ്പോ ഇപ്പോ I'll tell you one more thing. If someone asks you, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു question, a question which you are 100% sure about the answer, and if someone asks you, are you sure, then you will be confused a little bit, അല്ലേ? നിങ്ങൾക്ക് UPSC prelims ഇതുപോലെയാണ്. UPSC prelims is in such a way, അതായത് നിങ്ങൾ 100% നിങ്ങൾ ഷുവർ ആണ്, this is the right answer, but ആരെങ്കിലും your friend comes to you and says, are you sure, അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുമല്ലോ. ഈ കൺഫ്യൂഷൻ വെച്ചാണ് നമ്മുടെ പ്രിലിംസ് തോറ്റു പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ അറിയായിരിക്കും, ബട്ട് 4 ഓപ്ഷൻസ് A, B, C and D. അപ്പോൾ ഈ മറ്റ് 3 ഓപ്ഷൻസ് കാണുമ്പോഴത്തേക്ക് you will get confused, and that's how you fail in prelims exam. Anyway, 13.7 billion years ago, the Big Bang happened. That is, the tiny ball exploded, right? The tiny ball exploded. Okay, the tiny ball exploded. After explosion, it started expanding. After explosion, it started expanding. And the expansion was fast initially.
The expansion was fast initially, and later it began to slow down. It began to slow down. It began to slow down. Okay, അതിലെന്താണ് പറഞ്ഞത്? 13.7 billion വർഷങ്ങൾക്ക് മുമ്പ് the Big Bang happened. The tiny ball exploded. After explosion, it started expanding. Okay, അതിങ്ങനെ വലുതാകാൻ തുടങ്ങി. And the expansion was fast initially. അതായത് പൊട്ടിത്തെറിച്ച ഉടനെ നല്ല ഫാസ്റ്റ് ആയിരുന്നു എക്സ്പാൻഷൻ. And later it began to slow down. കുറച്ച് കഴിഞ്ഞപ്പോൾ still expansion is there, but the rate of expansion decreased. ഓക്കെ, അതായത് കുറഞ്ഞു. അത് അതിൻ്റെ ആ ഒരു ഇനീഷ്യൽ ഫസ്റ്റ് ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന അത്ര സ്പീഡിലല്ല എക്സ്പാൻഷൻ കുറച്ച് കഴിഞ്ഞപ്പോൾ. സ്റ്റെപ്പ് 3 നമുക്ക് സമയമാകാറായി. സ്റ്റെപ്പ് 3 പെട്ടെന്ന് എഴുതും, 4 മിനിറ്റ് കൂടെ ഉള്ളൂ. സ്റ്റെപ്പ് 3, after 3 lakh years, 3 lakh, നമ്മൾ ഇന്ത്യക്കാരാണ് ഈ ലാക്ക് എന്ന് പറയുന്നത് അല്ലേ? വെളിയിലൊക്കെ 300,000 എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? 3 lakh 5 Okay, after 3 lakh years, temperature reduced to 4,500 Kelvin, K. 4,500 Kelvin, 4,500 Kelvin, K. ടെമ്പറേച്ചർ ആണ്, കെൽവിൻ്റെ K ആണ്. കെൽവിൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് പോലെ മറ്റൊരു യൂണിറ്റ് ആണ് കെൽവിൻ. അപ്പോൾ 3 ലക്ഷം 3 lakh years later, after 3 lakh years, temperature reduced to 4,500 K, and the universe became transparent. That's step 3. Okay, universe became transparent. അപ്പോൾ after 3 lakh years, temperature reduced to 4,500 K, and then what happened? Universe became transparent. അതെ. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് സമയമാകുന്നു. ഇനി ഒരു പുതിയ ടോപ്പിക് എടുത്താൽ നമുക്ക് തീർക്കാൻ സമയമില്ലേ. പക്ഷെ നിങ്ങൾ ഈ ഹെഡിങ് എഴുതിയിടൂ, ഫോർമേഷൻ ഓഫ് പ്ലാനറ്റ്സ് ആൻഡ് സ്റ്റാർസ് എന്നുള്ള ഹെഡിങ് എഴുതിയിടൂ. ഫോർമേഷൻ ഓഫ് പ്ലാനറ്റ്സ് ആൻഡ് സ്റ്റാർസ് എന്നുള്ള ഹെഡിങ് എഴുതിയിടുക. നമുക്ക് ഞാൻ സ്ക്രീൻ ഷെയർ മാറ്റാം. നമുക്കത്രേ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളും കൂടെ പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ഫോർമേഷൻ ഓഫ് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ് എഴുതിയോ? Yes, sir. ഓക്കെ, ഗുഡ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ, ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്, നമ്മൾ വിൽ ഫിനിഷ് ദിസ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എർത്ത്, ആൻഡ് അടുത്ത ടോപ്പിക്കുകളിലേക്ക് പോകും. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഐ വിൽ ഗിവ് യു മോർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇന്ന് തന്ന ആക്ടിവിറ്റി നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ യു ഷുഡ് ഫിനിഷ് 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അല്ലേ? 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തീർക്കാൻ തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ തന്നല്ലോ, യു ഷുഡ് ഡൗൺലോഡ് ദി സിലബസ് ആൻഡ് റീഡ് ദ സിലബസ് വെൽ. അപ്പോൾ സിവിൽ UPSC പഠനത്തിൻ്റെ ആദ്യഘട്ടം, ദ ഫസ്റ്റ് തിങ് യു ഷുഡ് ഡു ഈസ് ടു ലേൺ ദ സിലബസ്. എന്താണ് പഠിക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കുക. then only you should start to learn. അപ്പോൾ അത് ചെയ്യുക. ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യണം നിർബന്ധമായിട്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ഷുഡ് ടെൽ മീ. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ്, പഠിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ? ആൻഡ് ഇഫ് യു ഫീൽ എനി ഡിസ്കംഫർട്ട് യു ഷുഡ് ടെൽ മീ. അതനുസരിച്ച് ഐ വിൽ ട്രൈ ടു ഇംപ്രൂവ് മൈ ടീച്ചിങ് സ്റ്റൈൽസ് ആൻഡ് എവറിത്തിങ് കേട്ടോ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. നിങ്ങളുടെ ലാസ്റ്റ് 5 minutes ഞാൻ സ്റ്റുഡൻസിന് തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ശ്യാമിനി പറയൂ, എന്താ പറയാനുള്ള ശ്യാമിനിക്ക്? അയ്യോ കഷ്ടകാലം, എന്നെ തന്നെ പിടിച്ചല്ലോ എന്നുള്ള മുഖഭാവത്തോടെ ശ്യാമിനി വരികയാണ്. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, എന്നെ സന്തോഷിപ്പിക്കാൻ പറയുന്നല്ലോ അല്ലേ? ഉള്ളതാണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. സ്റ്റാർട്സിലെ കുട്ടികൾ, അവർക്ക് എന്നാ പറയാനുള്ളത്? സ്റ്റാർട്സിലെ അതെ പറയൂ. പറയൂ സ്റ്റാർട്സിലെ. വാച്ച് കെട്ടിയ മനുഷ്യൻ പറയൂ. എനിക്ക് ആൾക്കാരെ അറിയത്തില്ല, അതുകൊണ്ടാണ്. മനസ്സിലായി. ഓക്കെ,
ഉറപ്പാണോ? കള്ളം പറയുന്നത് ഞാൻ പാലക്കാട് വരാറുള്ളതാണ്. അരുണച്ചൻ നമ്മുടെ സ്വന്തം ആളാണ്. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വരും കേട്ടോ. അപ്പോ കള്ളം പറഞ്ഞൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ജിപ്സ ബിനു പറയൂ. ജിപ്സ, ഹൗ ഡു യു ഫീൽ? മനസ്സിലായി സർ. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് യുവർ ഫസ്റ്റ് ക്ലാസ്. കുറച്ചും കൂടെ കഴിയട്ടെ. ഇതിപ്പോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വി വർ ഡിസ്കസിങ്. കുറച്ചും കൂടെ കഴിയുമ്പോൾ ടഫ് ആയിട്ട് വരും കേട്ടോ. ലിസ മരിയ? നന്നായി മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും നല്ലത് മാത്രം, ഞാൻ ചോദിച്ചാൽ നല്ലത് മാത്രമേ പറയത്തുള്ളൂ. ഇനി അച്ഛനെ കൊണ്ടൊന്ന് ചോദിപ്പിക്കണം, അന്നേരം എല്ലാത്തിൻ്റെയും മനസ്സിലൊരു ബന്ധാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലേ? കുഴപ്പമില്ല, നിങ്ങളൊക്കെ നല്ല ആസ്പിറൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 100 കണക്കിന് സ്റ്റുഡൻസിനെ കാണുന്നതാണ്. അപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ വെൽഫുള്ളി വന്നതാണോ, താല്പര്യത്തോടെ വരുന്നതാണോ. ആൻഡ് രോഹിത് കുമാർ, വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദി ക്ലാസ്? Feel good, sir. Feel good. Okay, are you able to understand, Rohit? Yes, sir. Okay, good. Okay, fine. You're from Gujarat, right? Gujarat or Rajasthan? No, Odisha. Odisha. Odisha, sir. Odisha. Okay, fine. Okay, fine.